കേൾക്കാൻ സാധിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇസ്രായേലിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം അത് നമ്മളിന്നൊന്ന് ചർച്ച ആക്കുകയാണ്. അതിന് കാരണം വേറെ ഒന്നുമല്ല, ഇസ്രായേലിൽ ജെറൂസലം എന്ന് പറയുന്ന സ്ഥലം നമ്മളവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ ചിത്രങ്ങളിലൂടെയൊക്കെ കണ്ടിട്ടുണ്ടാവും. ആ ഒരു സ്ഥലത്ത് അവിടെ പൊട്ടിപ്പുറപ്പെട്ടു എന്ന് പറയപ്പെടുന്ന ഒരു അഗ്നിബാധ, ഒരു കാട്ടുതീയാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതിൽ വലിയ തോതിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്നൊക്കെയുള്ള വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത്, നിങ്ങളുടെ ഇടയിൽ പ്രചരിക്കുന്നത്. അപ്പോൾ അത് സംബന്ധിച്ചിട്ട് എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് അവിടെയുള്ള ഇസ്രായേലികളായിട്ട് വളരെയധികം അടുത്ത് പരിചയമുള്ള ഹിബ്രു ഭാഷ അറിയുന്ന മലയാളികളായിട്ട് അവിടെ ജോലി ചെയ്യുന്ന നമ്മളുടെ ചില സുഹൃത്തുക്കൾ അവിടെയുള്ള ആ ഒരു കൂട്ടത്തിൽ നിന്ന് നമുക്ക് വളരെ വേണ്ടപ്പെട്ട നമുക്ക് പരിചയമുള്ള ഷൈനിയെ തന്നെ നമ്മളിന്ന് ഇവിടെ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ് സംസാരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ അതിലേക്ക് പറഞ്ഞുകൊണ്ട് ഷൈനിയിലേക്ക് നമുക്ക് എത്താം. ഒരു 5 മിനിറ്റ് എനിക്ക് തരാം. അപ്പോൾ നമ്മളിവിടെ കണ്ടു, ഈ വിഷയം ഇവിടെ വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതിൽ സന്തോഷം പ്രകടിപ്പിക്കുന്ന ഒരു കൂട്ടം ആളുകളെ കണ്ടു. എവിടെ ലോകത്തൊരു ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാലും അതിൽ ആഘോഷിക്കുന്ന കുറേ ദുരന്തങ്ങളെ നമ്മളെപ്പോഴും പറയാറുണ്ട്. അതിപ്പോൾ ഈ ഒരു വിഷയത്തിൽ മാത്രമൊന്നുമല്ല, അവിടെ വയനാട് ഉരുൾപൊട്ടലുണ്ടായ സമയത്ത് അതിലും സന്തോഷിക്കുന്ന കുറേ ദുരന്തങ്ങൾ നമ്മൾ കണ്ടു. ആ ദുരന്തം അതെന്തുകൊണ്ട് ഉണ്ടായി എന്ന് പറയാൻ വേണ്ടിയിട്ട് അതിൽ കാഫിറുകളായിട്ടുള്ള ആളുകളൊക്കെ നരകത്തിൽ പോവും, മുസ്ലിങ്ങളൊക്കെ സ്വർഗത്തിൽ പോകും. അപ്പോൾ അതുകൊണ്ട് ഇനി ഇതേപോലെ ഒരു ദുരന്തം വരുന്നതിന് മുന്നേ നമ്മളെല്ലാവരും മുസ്ലിങ്ങളാക്കണം എന്ന് വരെ പ്രസംഗിക്കുന്ന നമ്മളുടെ ചില വിദ്വാന്മാരുടെ തന്തമാരെയൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ എന്തായാലും അങ്ങനെ ഓരോ ദുരന്തവും മതപ്രചരണത്തിനുള്ള വേദിയാക്കുന്ന ദുരന്തങ്ങൾ വാഴുന്ന ഈ ഒരു ലോകത്ത് നമുക്കിതിനെക്കുറിച്ചുള്ള ചില ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരികയാണ്. പ്രത്യേകിച്ച് ഈ ഒരു വാദം അവർ തന്നെ ഇസ്ലാം മത വിശ്വാസികൾ തന്നെ മുന്നോട്ട് വച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഒരു ചോദ്യമാണ് അവിടെ വെക്കാനുള്ളത്. ആ ചോദ്യം എന്ന് പറയുന്നത്, സത്യത്തിൽ ഈ ഒരു തീപിടുത്തം അതുണ്ടാക്കിയത് ആരാണ് എന്നുള്ളതാണ് ഇതിനകത്തൊരു ചോദ്യം. ഇത് അള്ളാഹു ആണോ ഈ തീയിട്ടത് എന്നാണ്. നമ്മൾ സാധാരണ പറയാറുണ്ട്, എലിയെ പേടിച്ച് ഇല്ലം ചുടുക എന്ന് പറയുന്നൊരു സാധനം. അതായത് നമ്മുടെ സ്വന്തം വീട് എലിയെ പേടിച്ച് ആരും ചുടാറില്ല. അങ്ങനെ ചുടുന്നുണ്ടെങ്കിൽ അതൊരു മണ്ടത്തരമാണെന്നാണ് നമ്മൾ പറയുക. അപ്പോൾ ഇവിടെ ഈ ഇസ്രായേൽ പാലസ്തീൻ വിഷയത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്ന ആ ഒരു രാജ്യം, അല്ലെങ്കിൽ അവിടെയുള്ള ജൂതന്മാരായിട്ടുള്ള ആളുകൾ, അവർ മുസ്ലിങ്ങളുടെ വലിയ ശത്രുക്കളാണെന്നും അപ്പോൾ അവരെ, അതായത് എലികളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു സ്വന്തം ഭവനം ഉൾപ്പെടെ, ഇപ്പോൾ മസ്ജിദുൽ അക്സ ഉൾപ്പെടെ നിലനിൽക്കുന്ന ഈ ഇസ്രായേലിൻ്റെ മണ്ണ് ഇതേപോലെ തീയിടാൻ വേണ്ടി ഒരുങ്ങി തിരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പഴം ചൊല്ല് അത് അന്വർത്ഥമാക്കുന്ന രീതിയിൽ ഇതുപോലൊരു മണ്ടനാണോ അള്ളാഹു എന്ന് നമ്മൾ ചോദിക്കേണ്ടി വരികയാണ്. കാരണം ഇത് തീപിടുത്തം അങ്ങ് കൂടിപ്പോയി മസ്ജിദുൽ അക്സ വരെ കത്തിപ്പോയി എന്ത് ചെയ്യും മല്ലയ്യ, ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു മണ്ടൻ ഇനി അഥവാ ഇതിനകത്ത് അവിടെ നിയന്ത്രണ വിധേയമായി എന്ന് തന്നെ വിചാരിക്കാം. എന്ന് വെച്ചാൽ ഇസ്രായേൽ അവരുടേതായിട്ടുള്ള മോഡേൺ ആയിട്ടുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, അതല്ലെങ്കിൽ മറ്റ് പല ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് ഒഴിച്ചാൽ പോലും തീ നമുക്ക് കെടുത്താം. അപ്പോൾ അതിന് വെള്ളത്തിൻ്റെ അളവ് കൂട്ടണം എന്നുള്ളതാണല്ലോ നമ്മൾ പറയുന്നത്. പറഞ്ഞ പോലെ പല വഴികളിലൂടെ വെള്ളം അവിടെ ഉപയോഗിച്ചും അല്ലാതെ എന്ത് തന്നെ ആണെങ്കിലും ചെയ്തിട്ട് തീ അവിടെ കെടുത്തിയാൽ അവിടെ എന്താണ് പിന്നെ തെളിയുക? അവിടെ യഹോവയുടെ മുന്നിൽ അള്ളാഹു തോറ്റു എന്നും കൂടി നിങ്ങൾ സമ്മതിക്കുമോ? കാരണം തീയിട്ടത് അള്ളാഹു ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളുടെ മുന്നിൽ അവിടെ ഗാസയിലെ ആളുകൾ അവിടെ പട്ടിണി കിടക്കുന്നു, അവരവിടെ മരിച്ചു വീഴുന്നു, യമനിലെ ആളുകൾ മരിക്കുന്നു, ഇതൊന്നും പ്രശ്നമല്ല. പക്ഷേ ഇസ്രായേലിൽ പോയിട്ട് തീയിടണം, ഇതാണല്ലോ അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. അങ്ങനെ തീയിടാൻ വേണ്ടി മുന്നോട്ട് വന്ന അള്ളാഹുവിനെ ആ തീ കെടുത്തുമ്പോൾ അത് യഹോവ തോൽപ്പിക്കുകയാണോ ചെയ്യുന്നത്? ഇത് നിങ്ങൾ പറയുക. കാരണം അള്ളാഹുവിനെ പ്രതിഷ്ഠിച്ചത് നിങ്ങളെ ആവുമ്പോൾ ഇവിടെ തോൽവിയും സമ്മതിക്കുന്ന ഒരവസ്ഥ വരേണ്ടി വരുമ്പോൾ അത് നിങ്ങൾ എങ്ങനെയാണ് അതിനെ ഒന്ന് എടുക്കുക എന്നുള്ളത് എനിക്കൊന്ന് അറിയേണ്ടതുണ്ട്. ഇനി അതോടൊപ്പം തന്നെ IDFൻ്റെ മുന്നിലേ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. യുദ്ധം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇറങ്ങി തിരിച്ച് അവസാനം ഞങ്ങളുടെ വില കൂടിയ ആയുധങ്ങൾ വരെ തിരിച്ചു തരാമെന്ന് ഇപ്പോൾ ഹമാസ് നിലവിളിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അതുകൂടാതെ വെസ്റ്റ് ബാങ്കിലുള്ള മഹ്മൂദ് അബ്ബൂസ് എന്താ വിളിച്ചത്? നായിൻ്റെ മക്കളെ, നിങ്ങൾ ഹോസ്റ്റേഴ്സിന് വിട്ടുകൊടുത്തിട്ട് പരിപാടി അവസാനിപ്പിക്കുക, നിങ്ങൾ ഇറങ്ങിപ്പോ എന്ന് ആ നാട്ടുകാർ വെറുതെ ബുദ്ധിമുട്ടിക്കല്ലോ, ഇസ്രായേലിന് ഇങ്ങനെ എക്സ്ക്യൂസസ് ഉണ്ടാക്കി കൊടുക്കല്ലേ എന്ന് വരെ പറയുന്നു. പറഞ്ഞതെന്തോ ആവട്ടെ, ഹമാസിനെ നായിൻ്റെ മക്കളെ എന്ന് വരെ വിളിക്കുന്ന അവസ്ഥയിലേക്ക് വരുമ്പോൾ ഇതെല്ലാം സംഭവിച്ചു. എന്നിട്ടും നിങ്ങൾ പറയേണ്ടി വരുന്നത് IDFൻ്റെ മുന്നിലും അള്ളാഹു തോറ്റു എന്നും കൂടിയാണോ നിങ്ങൾ പറയുക? ഇതൊക്കെ നമുക്ക് അറിയേണ്ടി വരികയാണ്. കാരണം അള്ളാഹുവിനെ പ്രതിഷ്ഠിച്ചത് നിങ്ങളാണ്, നമ്മളല്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ സാധനങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ ഈ വാർത്ത അതിൻ്റെ നിജസ്ഥിതി നമുക്കൊന്ന് അറിയേണ്ടതുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ ഈ വാർത്ത നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ഇസ്രായേൽ വൈൽഡ് ഫയർസ് ഫ്ലെയർ നിയർ ജെറുസലം ഫോർ എ സെക്കൻഡ് ഡേ, 2 ദിവസമായി എന്ന് പറയാം. പിന്നെ അതിൻ്റെ ഒപ്പം അത് തീ തനിയെ ഉണ്ടായതല്ല. ആദ്യം ഉണ്ടായിരുന്ന ഒരു സംശയം എന്ന് പറയുന്നത് ഈ റാഫ ആ ഭാഗത്തായിട്ട്
ഒരു ഒരു മിലിറ്ററി ആക്ഷൻ നടത്തിയിരുന്നു. അപ്പോൾ ആ സംഗതിക്ക് ശേഷമാണ് ഈ തീപിടുത്തം വരുന്നത്. അപ്പോൾ ആദ്യത്തെ സംശയം ഉണ്ടായിരുന്നത് അവിടെ എന്താണ് ഇവർ ആയുധം അത് ശേഖരിച്ച് വെച്ചിരുന്നു, അതിന് തീ പിടിച്ചിട്ടാണ് ഇത് ഉണ്ടായത് എന്ന ഒരു സംശയം അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഏതായാലും അത് റൂൾ ഔട്ട് ചെയ്തു എന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം ഇവർ ആദ്യമേ പറഞ്ഞത് ഏതാണ്ട് 17 കിലോ മാത്രം ഭാരമുള്ള ഒരു ആയുധമാണ് അവിടെ ഉപയോഗിച്ചത്, അതുകൊണ്ട് ഇതുപോലെ ഒരു വലിയ തീ ഉണ്ടാവാനൊന്നും സാധ്യതയില്ല എന്ന് അവർ തന്നെ, ഇസ്രായേൽ തന്നെ സ്ഥിരീകരിക്കുന്നു. അപ്പോൾ ഏതായാലും ഇപ്പോൾ മനസ്സിലാവുന്നത് തീ ഇട്ട ആളുകളെ പലരെയും പിടിച്ചു. അതിൻ്റെ ചില ദൃശ്യങ്ങളൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. ഞാൻ അതിവിടെ ഇവിടെ പ്രദർശിപ്പിക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഈ വീഡിയോയ്ക്ക് പ്രശ്നം വരാനുള്ള സാധ്യതയൊക്കെ കണ്ടിട്ട് നമ്മളത് ഒഴിവാക്കുകയാണ്. വീഡിയോ അത്തരത്തിലുള്ള എന്തായാലും ഇവിടെ ഞാൻ പ്ലേ ചെയ്യുന്നില്ല. പക്ഷേ നമുക്കത് ഷൈനിയിലൂടെ നമുക്ക് ചോദിച്ചറിയാമെന്നാണ് വിചാരിക്കുന്നത്. ഇതിപ്പോൾ ഈ വാർത്ത അൽ ജസീറ, നമ്മൾ ഇൻ്റർനാഷണൽ മുക്കാൽ മീഡിയയിൽ വന്ന വാർത്തയാണ്. ഇതാരും പടച്ചുണ്ടാക്കിയതല്ല. ഇവർ പറഞ്ഞ എല്ലാം സത്യമാണെന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് തന്നെ എടുത്തിരിക്കുകയാണ്. അവിടെ തീ ഇട്ട ആളുകളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുകൂടിയാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഷൈനിയിലേക്ക് നമുക്ക് പോകാം. ഷൈനി ഇവിടെ കേൾക്കുന്നുണ്ടോ? ഷൈനിക്ക് അൺമ്യൂട്ട് ചെയ്യാം. ഷൈനി എന്ന് പറയുന്നത് ഇസ്രായേലിൽ ജോലി എടുക്കുന്ന ഒരാൾ എന്നതിനേക്കാൾ അപ്പുറം കുറച്ചും കൂടിയും സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുകയും ഇസ്രായേലിലേക്ക് ജോലി തേടി പോകുന്ന ആളുകൾക്ക് വേണ്ട ചില സഹായങ്ങൾ, അതിനുവേണ്ട ട്രെയിനിങ് ഉൾപ്പെടെയുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ മുന്നോട്ട് വരുന്ന ആളാണ്. ആൾ ഹിബ്രു ഭാഷ അറിയുന്ന ആളാണ്, ട്രെയിനിങ് കൊടുക്കാറുണ്ട് എന്നൊക്കെയാണ് അറിയുന്നത്. അപ്പോൾ എന്തായാലും ഷൈനി വെൽക്കം. ഷൈനിയെക്കുറിച്ച് 2 വാക്ക് പറഞ്ഞിട്ട് നമുക്ക് വിഷയത്തിൻ്റെ ആ ഒരു വശത്തേക്ക് നമുക്ക് കിടക്കാം. വെൽക്കം ഷൈനി. Thank you so much, Dr. Arif. Yeah. All the respect to you. ആരാണ് ഷൈനി എന്ന് പറയൂ? ബാബു. എൻ്റെ പേര് ഷൈനി ബാബു. ഞാൻ ഇസ്രായേലിൽ 14 വർഷമായിട്ട് കെയർ ഗീവറായിട്ട് ജോലി ചെയ്യുന്നു. 13 വർഷമായിട്ട് ഞാനൊരു IDF സോൾജിയറിനെയാണ് ടേക്ക് കെയർ ചെയ്യുന്നത്. എന്താ പറയുക, പട്ടാളത്തിൽ സേവനം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എന്താ പറയുക, പരിക്കേറ്റ ഒരു പട്ടാളക്കാരനെയാണ് ഞാൻ ടേക്ക് കെയർ ചെയ്യുന്നത്. ഒരുപാട് കഥകൾ പട്ടാളക്കാരുടെ സൈഡിൽ നിന്നും അല്ലാതെയുള്ള സാധാരണക്കാരായിട്ടുള്ള ഇസ്രായേലികളായിട്ടുള്ള ആൾക്കാരുടെ അനുഭവങ്ങളും ഒക്കെ കേട്ട് ഈ 13-14 വർഷമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന, നേർക്കാഴ്ചകളിലൂടെ കണ്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അത്രയുമാണ് എന്നെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഒരു കാര്യം ആഡ് ചെയ്യാം. ഒരു കാര്യം ആഡ് ചെയ്യട്ടെ. അന്ന് നമ്മൾ ഇസ്രായേലിൽ വന്ന സമയത്ത് നമ്മൾ നേരിട്ട് കണ്ടിരുന്നു. നമ്മൾ സബിതയെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആ ഒരു സാഹചര്യം ഒരുക്കി തന്നത് ഷൈനിയിലൂടെയാണ്. അപ്പോൾ അതിനൊരു നന്ദി ഇവിടെ ഞാൻ ഇപ്പോൾ ഒന്നുകൂടി ഒന്ന് പറയുകയാണ്. ഏതായാലും ആ ഒരു സംഭാഷണം അത് ഒരുപാട് ആളുകൾക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരു ധാരണ ലഭിക്കുന്നതിന് വഴിവെച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവരുടെ അഭിപ്രായ പ്രകടനങ്ങളിലൂടെ. അപ്പോൾ എന്തായാലും നിങ്ങൾ ചെയ്യുന്ന പണി എന്ന് പറയുന്നത് ചെറുതല്ല. അപ്പോൾ നിങ്ങൾ കാണിക്കുന്ന ധൈര്യവും ചെറുതല്ല. അവിടെ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോഴേക്കും എടുത്തിട്ട് ഓടി വരുന്ന ഒരു കാഴ്ചയല്ല നമ്മൾ കാണുന്നത്. അപ്പോൾ അവിടെ നമുക്ക് അതൊരു കോൺഫിഡൻസാണ് തരുന്നത്. യഥാർത്ഥത്തിൽ അവിടെ കുറേയും കൂടിയും സോളിഡായിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്നൊരു ധൈര്യം നമ്മളെപ്പോലുള്ള ആളുകൾക്കും കൂടി തരുന്നു. നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ ആ ഒരു സത്യസന്ധത അത് നമുക്ക് കീപ്പ് ചെയ്യാനും അതുപോലെ തന്നെ അത് ശരിയാണെന്ന് ബോധ്യപ്പെടാനുമുള്ളൊരു വഴി കൂടിയായിട്ടാണ് നിങ്ങളിലൂടെ വരുന്ന ചില വിവരങ്ങൾ നമുക്ക് ലഭിക്കുമ്പോൾ അത് വഴിവെക്കുന്നത്. അപ്പോൾ അതിനും കൂടി ഞാനൊരു നന്ദി പറയുകയാണ്. നിങ്ങൾ കാണിക്കുന്ന ആ ഒരു ധൈര്യം, ആ നാടിനോട്, നിങ്ങൾക്ക് ജോലി തരുന്ന നാടിനോട് കാണിക്കുന്ന ആ ഒരു സ്നേഹം, അത് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതായതുകൊണ്ട് ഞാൻ പറയുകയാണ്. ഓക്കെ, തുടർന്നോളൂ. യു ആർ മോസ്റ്റ് വെൽക്കം ഡോക്ടർ ആരിഫ്. ഡോക്ടർ ആരിഫിനോട് മാത്രമല്ല, ഇതിനു മുമ്പും ഈ ഒരു കുറെ വർഷങ്ങളായിട്ട് നാട്ടിൽ നിന്നുള്ള നമ്മളുടെ നാട്ടിലെ പല മാധ്യമങ്ങളും നമ്മളെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഇവിടെ നിന്നുള്ള യഥാർത്ഥ കാര്യങ്ങൾ സത്യസന്ധമായിട്ട് പബ്ലിക്കിലേക്ക് എത്തണം എന്നുള്ള ഒരു ഉദ്ദേശശുദ്ധിയോടുകൂടി പല മാധ്യമങ്ങളിലും ഞാൻ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പല മാധ്യമങ്ങളും എന്നെ ഇപ്പോഴും ഇന്ന് രാവിലെയും കൂടി ഈ ഒരു കാട്ടുതീയെ കുറിച്ച് അറിയാനായിരിക്കാം ഇന്ന് രാവിലെ എനിക്ക് അലാറം പോലും വെക്കാതെ എന്നെ എഴുന്നേൽപ്പിച്ചത് നാട്ടിൽ നിന്നുള്ള മാധ്യമങ്ങളുടെ കോളുകളാണ്. പക്ഷെ ഇപ്പൊ കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ ഒരു മാധ്യമങ്ങളുടെയും കോളുകൾ എടുക്കാറില്ല. എന്താണെന്ന് വെച്ചാല് നമ്മള് സത്യസന്ധമായിട്ട് പറയുന്ന കാര്യങ്ങള് കേരളത്തിലെ മാധ്യമങ്ങള് പബ്ലിക്കിലേക്ക് കൊടുക്കാനായിട്ട് തയ്യാറാവുന്നില്ല. അതുകൊണ്ട് തന്നെ കുറച്ചേറെ വർഷങ്ങളായിട്ട് നാട്ടിലെ മാധ്യമങ്ങളുമായിട്ട് ഞാൻ സഹകരിക്കാറില്ല. ആരുടെയും കോളുകൾ ഞാൻ എടുക്കാറില്ല. ഒരു 2-3 വർഷങ്ങൾക്ക് മുമ്പ് വരെയുള്ള വാർത്തകളുടെ നമ്മുടെ മാധ്യമങ്ങളിലെ വാർത്താ റിപ്പോർട്ടുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഷൈനി ബാബുവിന്റെ പല റിപ്പോർട്ടുകളും നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷെ ഈ 2023 ഒക്ടോബർ 7 യുദ്ധം പുറപ്പെട്ടതിന് ശേഷം ആ യുദ്ധം തുടങ്ങിയതിന് അത് കഴിഞ്ഞിട്ടുള്ള ഒരു മാധ്യമങ്ങളിലും ഏകദേശം ഒരാഴ്ച 2 ആഴ്ചയൊക്കെ ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷമുള്ള ഒരു മാധ്യമങ്ങളിലും ഞാൻ റിപ്പോർട്ട് കൊടുത്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാല് നമ്മുടെ നാട്ടിലെ പൊളിറ്റിക്സ് ആൻഡ് മതം, ഈ 2 കാര്യങ്ങളും കൂടെ ഒത്തുപോകത്തില്ല എന്ന് കണ്ടതുകൊണ്ട് മാത്രം
ഒരു സാധാരണക്കാരി എന്നുള്ള നിലയിൽ എനിക്ക് ഈ കാര്യത്തിൽ പ്രത്യേകമായിട്ട് പൊളിറ്റിക്സ് ആയിട്ടോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടോ ഒരു ലാഭങ്ങളും ഇല്ല. അതുകൊണ്ട് തന്നെ എന്റേതായിട്ടുള്ള കാര്യങ്ങൾ, ഞാനിവിടെ കാണുന്ന നേർക്കാഴ്ചകള്, പറയുന്ന കാര്യങ്ങൾ അതുപോലെ റിപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ കൂടെ മാത്രമേ ഞാനിപ്പോ നിൽക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് എന്നെ ഇപ്പോ ഒരു മാധ്യമങ്ങളിലും കാണാത്തത്. ഞാനിപ്പോ ഈ ഡോക്ടർ ആരിഫിന്റെ ഈ ഒരു ലൈവില് വരാൻ തന്നെ കാരണം എന്താന്ന് വെച്ചാല് പറയുന്ന കാര്യങ്ങൾ അതുപോലെ പറയും, കാണിക്കും എന്നുള്ള ഒരു വിശ്വാസം ഉള്ളത് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് മാത്രമാണ് ഡോക്ടർ ആരിഫിന്റെ ഇസ്രായേലിലെ സന്ദർശനത്തിന്റെ ഇടയിൽ സബിതേനെയും മീരേനെയും നേരിട്ട് കാണാനുള്ള അവസരം ഉണ്ടാക്കി തരികയും അവരുമായിട്ട് നേരിട്ട് സംസാരിക്കാനുള്ള കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് തരികയും ചെയ്തത് ആ ഒരു വിശ്വാസത്തിന്റെ ഉറപ്പിലാണ്. അവരന്നത് സൂചിപ്പിച്ചിരുന്നു. ഏഷ്യാനെറ്റ് ചില ചാനലിൽ അവരെ വിളിച്ച് സംസാരിച്ചിട്ട് അവർക്ക് ആവശ്യമുള്ളത് മാത്രം മുറിച്ചെടുത്ത് പബ്ലിഷ് ചെയ്തതിനെ കുറിച്ച് അന്ന് സൂചിപ്പിച്ചിരുന്നു. സബിത നേരിട്ട് പറഞ്ഞു. എനിക്കും അങ്ങനെയുള്ള അനുഭവങ്ങളുണ്ട്. ഓക്കെ. അപ്പോ എന്താണ് സത്യത്തിൽ അള്ളാഹു അവിടെ ഒപ്പിച്ച പണി? ഇനി അതിനെ കുറിച്ച് പറയൂ. അള്ളാഹു ഒപ്പിച്ച പണി. ഓക്കെ. അപ്പൊ ഏറ്റവും അള്ളാഹുവിന്റെ ഗുണ്ടകൾ ഒപ്പിച്ച പണി എന്ന് വേണേലും പറയാം. അള്ളാഹുവിന്റെ ഗുണ്ടകളെന്നോ അല്ലെങ്കിൽ യാഹുവായുടെ ഗുണ്ടകളെന്നോ എന്നൊക്കെ ഓരോരുത്തർക്കും അവരവരുടേതായ പേഴ്സണലായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്, പേഴ്സണലായിട്ടുള്ള മതപരമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്, അവരവരുടേതായ ചിന്താഗതികളുണ്ട്. അതൊക്കെ നമുക്ക് മാറ്റിവെക്കാം. ഓക്കെ. ഈ 14 വർഷം ഇവിടെ ഇസ്രായേലിൽ ജീവിച്ചു വന്ന ആ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പറയാം, ഈ ഒരു ചൂടുകാലം ആകുമ്പോഴത്തേക്കും ഇവിടെ തീ വരുന്നതും കാട്ടുതീ വരുന്നതും കാട്ടുതീ പടരുന്നതും ഒന്നും ഇവിടെ ഇസ്രായേലികൾക്ക് പുതുമയുള്ള ഒരു കാര്യമല്ല. ഇസ്രായേലികൾക്കോ ഇസ്രായേലിൽ ജീവിക്കുന്ന ആൾക്കാർക്കോ പുതുമയുള്ള ഒരു കാര്യമല്ല. 2010 ഇസ്രായേലിൽ വന്ന ഒരാളാണ് ഞാൻ. ഓക്കെ. ഈ 14 വർഷത്തിനിടയിൽ ഈ ചൂടുകാലം ആകുമ്പോൾ ഇസ്രായേലിലെ പല മേഖലകളിലും കാടുള്ള പല സ്ഥലങ്ങളിലും കാട്ടുതീ പടരുന്നു എന്നുള്ളൊരു ആ ഒരു പ്രതിഭാസം ഇവിടെ കാണുന്നതാണ്. 2019-ലും 2020-ലും 2021-ലും 3 പ്രാവശ്യം ഇതുപോലെയുള്ള ഒരു കാട്ടുതീ. ഞാൻ ഹൈഫ റീജിയനിലാണ് താമസിക്കുന്നത്. ഓക്കെ. ഇസ്രായേലിലെ ഹൈഫ റീജിയൻ ആണ്. കേൾക്കുന്നവർക്ക് എത്ര മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ഹൈഫ റീജിയനിൽ താമസിക്കുന്ന ആൾക്കാരാണ്. എല്ലാ ഏരിയകളിലും ഇവിടെയുള്ള മുസ്ലിം സഹോദരങ്ങൾക്ക് വളരെ സ്വാതന്ത്ര്യമായിട്ട് അവർക്ക് അവരാഗ്രഹിക്കുന്ന എല്ലാ സ്വാതന്ത്ര്യങ്ങളോടും കൂടി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വില്ലേജുകൾ തന്നെ സ്വന്തമായിട്ടുള്ള ഒരു രാജ്യമാണ് ഇസ്രായേൽ. ഓക്കെ. അപ്പൊ ഈ ഹൈഫ റീജിയനില് ഏറ്റവും ഉയർന്ന മലയെന്ന് പറയുന്നത് കാർമൽ മൗണ്ടൻ ആണ്, കാർമൽ മല. ഈ കാർമൽ മലയുടെ അടിവാരങ്ങളില് ഈ ചൂടുകാലം ആകുമ്പോ ഇതുപോലെയുള്ള തീയിടല് സ്ഥിരം പരിപാടിയാണ്. അത് ആരാണ് ഇടുന്നതെന്നും ആരാണത് കൊണ്ടുവരുന്നതെന്നും ഒക്കെ ഇവിടെയുള്ള ഇസ്രായേലിലുള്ള എല്ലാവർക്കും അറിയാം. ഓക്കെ. ഇനി എന്തുകൊണ്ടാണ് ഇന്നലെ മുതലുള്ള ഈ ഒരു തീയിടിയിലും ഈ ഒരു ഇതെല്ലാം ഇത്ര വലിയ ഭയങ്കര ഒരു എന്താ പറയാ ഒരു പബ്ലിക്കായിട്ട് പോയത്? എന്തുകൊണ്ടാണ് ഇത് എത്രയും ചർച്ചയായതെന്ന് വിചാരിച്ചാല് 2023 ഒക്ടോബർ 7-ന് ശേഷം, യുദ്ധത്തിന് ശേഷം വന്ന ഏറ്റവും വലിയ ഒരു തീയാണ് ഇത്. 2023 ഒക്ടോബർ 7-ന് മുമ്പുള്ള തീയൊന്നും ആരും ശ്രദ്ധിച്ചിട്ടില്ല. ആരും ഇസ്രായേലിനെ ശ്രദ്ധിച്ചിട്ടില്ല. 2023 ഒക്ടോബർ 7 മുമ്പ് വരെ എല്ലാവരും പാലസ്തീനെ മാത്രമേ നോക്കിക്കണ്ടിട്ടുള്ളൂ. ആരും ഇസ്രായേലിനെ നോക്കിയിട്ടില്ല. ഇസ്രായേലിന്റെ ഉള്ളില് ഇതിനു മുമ്പ് ഇതുപോലെയുള്ള തീ വന്നിട്ടുണ്ട്, തീ പടർന്നിട്ടുണ്ട്, തീ അണച്ചിട്ടുണ്ട്. ഇസ്രായേലികൾ ഇവിടെ തന്നെ ഉണ്ട്. ഈ ഒക്ടോബർ 7-ന് ശേഷം വന്ന തീ മാത്രം എല്ലാവരും ശ്രദ്ധിക്കുന്നു. അത്രയും മാത്രമേ ഉള്ളൂ ഇവിടെ സംഭവിച്ചുള്ളൂ. പിന്നെ ഈ ഒക്ടോബർ 7-ന് ശേഷമുള്ള യുദ്ധത്തിന് ശേഷമുള്ള ഈ ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ടുള്ള ഈ ഒരു തീ, അത് എന്തുകൊണ്ടാണ് എന്താ പറയാ, അത് ദൈവമായിട്ട് കൊണ്ടുവന്നതോ അല്ലെങ്കിൽ യഹോവയായിട്ട് കൊണ്ടുവന്നതോ അല്ല എന്നുള്ളത് ഇത് എന്നാ പറയുന്നത്, ഇതുപോലെ പ്രഘോഷിക്കുന്ന ആൾക്കാർക്ക് തന്നെ അറിയാം. ഇത് യഹോവ കൊണ്ടുവന്നതോ അള്ളാഹു കൊണ്ടുവന്നതോ ഒന്നും അല്ല എന്നുള്ളത്. മനുഷ്യരായിട്ട് തന്നെ കൊണ്ടുവന്ന തീയാണ്. അതിനുള്ള കൃത്യമായ തെളിവുകളുണ്ട്. അവിടെയും ഇവിടെയും ഒക്കെ തീ കൊണ്ട് കൊടുത്ത ആൾക്കാരെ ഇസ്രായേൽ ഗവൺമെന്റ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ കൃത്യമായ ഫൂട്ടേജുകൾ പുറത്ത് പബ്ലിക്കായിട്ട് വന്നിട്ടുണ്ട്. അതിന്റെ പഠനത്തിലാണ് ഇവര്. നിങ്ങളെല്ലാവരും, നമ്മുടെ നാട്ടില് മാധ്യമങ്ങൾ എല്ലാവരും ഇസ്രായേലിൽ കാട്ടുതീ പടർന്നു, ആയിരങ്ങളെ മാറ്റി പാർപ്പിക്കുന്നു, മലയാളികൾ അടക്കമുള്ള ആൾക്കാരെ മാറ്റി പാർപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വാർത്ത കൊടുക്കുമ്പോഴും ഇവിടെ ഇസ്രായേലിലെ മാധ്യമങ്ങള് അവരുടെ 77ാമത്തെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ചുകൊണ്ടിരിക്കുക. അവരുടെ ചാനലില് ഇതൊന്നും അത്ര വലുതായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നില്ല.
അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇസ്രായേലിലെ നമ്മുടെ നാട്ടിലും അതെ, ഇസ്രായേലിലെ ചാനലുകളിൽ അവർ ഇന്ന് രാവിലെ തൊട്ട് ഇന്നലെ വൈകുന്നേരം കുറച്ചു നേരം ഇതിനെക്കുറിച്ച് കാണിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു അൺഎക്സ്പെക്ടഡ് ആയിട്ട് വന്ന ആ ഒരു തീ അവർ കാണിക്കുന്നുണ്ടായിരുന്നു. അത് അണയ്ക്കുന്ന ചടങ്ങ്, ആ ഒരു കാഴ്ചകള്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു, നമ്മളെ അറിയിക്കുന്നുണ്ടായിരുന്നു. നമ്മൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ അവർ തരുന്നുണ്ടായിരുന്നു. ചാനലുകൾ കൂടിയല്ല, അല്ലാതെയുള്ള വെബ്സൈറ്റുകളിൽ കൂടിയും എല്ലാം നമ്മളിവിടെ എന്തൊക്കെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കണം, നമ്മൾ എന്തൊക്കെ കരുതണം എന്നൊക്കെ അവര് പറയുന്നുണ്ട്. പക്ഷെ അന്നേരവും അവര് 77ാമത്തെ അവരുടെ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളിലേക്ക് കടക്കുന്നതിന്റെ തിരക്കിലായിരുന്നു. പക്ഷെ അന്നേരവും നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങള് നമ്മുടെ നാട്ടില് നടക്കുന്ന തീവ്രവാദ ആക്രമണങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചോ ഒന്നും അല്ല. അന്നേരവും ഇസ്രായേലിനെ പോയിന്റ് ചെയ്ത് ഇസ്രായേൽ തീർന്നു, കത്തി ചാമ്പലാവുന്നു എന്ന് പറഞ്ഞിട്ട്, അതെ, പകരം വീട്ടി, അള്ളാഹു പകരം വീട്ടി, അല്ലെങ്കിൽ യഹോവ പകരം വീട്ടി എന്ന് പറയുന്നു. ഇതിന് വിരോധാഭാസം വന്നതല്ലാതെ ഒന്നും പറയാനില്ല. ഇസ്രായേലില് ഞങ്ങൾ ജീവിക്കുന്ന ആൾക്കാർ ഒരുപാട് പേര് ഇപ്പൊ ജെറുസലേം പ്രാന്ത പ്രദേശങ്ങളിലാണ് ഈ ഒരു തീ പടർന്നത്. ഓക്കെ, ആ ഒരു സമീപ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് പുക, ഈ എന്താ പറയാ, തീ പടർന്നു വരുമ്പോഴത്തേക്കും അന്തരീക്ഷത്തിൽ പുക വരുമ്പോഴത്തേക്കും അത് നമ്മൾ ശ്വസിക്കുമ്പോൾ നമ്മൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ആ ഒരു പുകയിൽ നിന്ന് വരുന്ന ബുദ്ധിമുട്ടുകൾ കൊണ്ട് പ്രായമായ ആൾക്കാരും അവരെ ടേക്ക് കെയർ ചെയ്യുന്ന ആൾക്കാരുമായിട്ടുള്ള മലയാളികളായിട്ടുള്ള കെയർ ഗീവേഴ്സ് അടക്കം അവിടെ നിന്ന് ഇന്നലെ വൈകുന്നേരം മുതൽ ഇന്ന് വൈകുന്നേരം വരെയുള്ള സമയങ്ങളിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാരെ ഇവാക്യുവേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്, അല്ലാതെ ഒരിക്കലും ഇസ്രായേൽ എരിഞ്ഞടങ്ങുന്നതിന്റെ ഒരു സൈൻ അല്ല അത്. അവരെല്ലാവരും ഇന്ന് വൈകുന്നേരത്തോടു കൂടി തിരിച്ച് അവരുടെ അതാത് സ്ഥാനങ്ങളിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇവിടെ ആളപായം ഒന്നും ഉള്ളതായിട്ട് ഒരു റിപ്പോർട്ടും ഇല്ല. കുറെ കൃഷിയിടങ്ങള് കത്തി എരിഞ്ഞിട്ടുണ്ട്. ഒരു സംശയം, എന്താ പറയാ, അതായത് ഈ ഇസ്രായേൽ എന്ന് പറയുന്നത് ഒരു മരുഭൂവല്ലേ? അവിടെ എങ്ങനെയാണ് ഈ കാട്ടുതീ ഉണ്ടാവാൻ? അതെ, അത് ഞാനും ഇപ്പൊ നമ്മളവിടെ വന്നപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതായത് ഇപ്പോൾ ഫ്ലൈറ്റിലൊക്കെ വരുമ്പോഴും അവിടെ ആ ഒരു ടോപ്പോഗ്രഫി നമ്മൾ കാണുമ്പോൾ ഇസ്രായേലിന്റെ ഭാഗത്തേക്ക് വരുന്ന സമയങ്ങളിൽ അത് കുറേ കൂടി പച്ചപ്പാണ്. അപ്പോൾ എങ്ങനെയാണ് അവിടെ ഈ കാട്ടുതീ ഉണ്ടാകാൻ മാത്രം, ഈ കത്താൻ മാത്രമുള്ള സാധനങ്ങൾ അവിടെ ഉണ്ടായത്? ഈ ഗർക്കത് മരം മാത്രമാണോ അവിടെ ഉള്ളത്? ഒരിക്കലും അല്ല. ഇപ്പം ഡോക്ടർ ആരിഫിന്റെ ചാനലിൽ എത്രമാത്രം ബൈബിള് പറയാൻ പറ്റുമെന്ന് എനിക്കറിയാം. എന്റെ വിശ്വാസപ്രകാരവും ഞാൻ ഈ 14 വർഷം ഇവിടെ ഇസ്രായേൽ മക്കളെ കേട്ടതിന്റെ വെളിച്ചത്തിലും ഞാൻ പഠിച്ചതിന്റെ വെളിച്ചത്തിലും ഞാൻ ബൈബിള് മനസ്സിലാക്കിയതിന്റെ ഒക്കെ വെളിച്ചത്തില് ഇസ്രായേൽ മക്കൾക്ക് അവർക്ക് വാഗ്ദാനമായി കിട്ടിയ തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശം എന്ന് പറഞ്ഞ് അവർക്ക് കിട്ടിയത് വെറും മരുഭൂമിയായിരുന്നു. അപ്പോഴും വിഭജിക്കപ്പെട്ട് കിട്ടിയ, അപ്പുറത്ത് കിട്ടിയ സ്ഥലമായിരുന്നു കുറച്ചുകൂടെ പച്ചപ്പൊക്കെ ഉണ്ടായിരുന്നത്. ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. ഇവരുടെ കഠിനാധ്വാനം മൂലം അവര് കഷ്ടപ്പെട്ട് അവര് തന്നെ മരുഭൂമിയെ എന്താ പറയാ പച്ചപ്പാക്കി മാറ്റിയ ഒരു മണ്ണാണിത്. ഓക്കെ, മറ്റു പല രാജ്യങ്ങളിൽ നിന്നും ഈ മരുഭൂമിയിൽ നടാൻ പാകത്തിനുള്ള അല്ലെങ്കിൽ വളരാൻ പാകത്തിനുള്ള പല മരങ്ങളും മറ്റു പല രാജ്യങ്ങളിൽ നിന്നും കൊണ്ടുവന്ന് നട്ട് സൃഷ്ടിച്ചെടുത്ത് അവര് തന്നെ ഉണ്ടാക്കിയെടുത്ത പച്ചപ്പാണിത്. അല്ലാതെ ഒരിക്കലും അവർക്ക് വാക്തത്വമായിട്ട് കിട്ടിയ നാട്ടില് ഈ പച്ചപ്പൊന്നും ഇല്ലായിരുന്നു. ജൂതന്മാരുടെ കഷ്ടപ്പാടിന്റെ ഫലമാണ് ഇന്ന് നമ്മൾ കാണുന്ന ഇസ്രായേലിന്റെ പച്ചപ്പെന്ന് പറയുന്നത്. അപ്പൊ ഇവരെല്ലാവരും ഈ ഒരു ഓരോ നമ്മുടെ ഈ ഓരോ റീജിയണിലും ഓരോ ബോർഡറിലുമുള്ള മരങ്ങളെല്ലാം എന്ന് പറയുന്നത് യൂക്കാലിപ്റ്റസ് ഉണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇസ്രായേലിന്റെ മണ്ണില് നമ്മൾ ബൈബിള് തുടക്കം മുതൽ വായിച്ചാൽ യൂക്കാലിപ്റ്റസ് എന്ന് പറയുന്ന ഒരു മരം ഇസ്രായേലിൽ ഇല്ലായിരുന്നു. അതൊക്കെ ഓസ്ട്രേലിയ പോലെയുള്ള രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് പിടിപ്പിച്ച മരങ്ങളാണ്. ഇവിടെ ആകപ്പാടെ ഉണ്ടായിരുന്നത് ഈന്തപ്പനകളും ഒലിവ് മരങ്ങളും മാത്രമാണ്. അതിന്നുമുണ്ട്. മറ്റ് എല്ലാ മരങ്ങളും മറ്റു പല രാജ്യങ്ങളിൽ നിന്നും കൊണ്ടുവന്ന് അവര് കഷ്ടപ്പെട്ട് വെച്ച് പിടിപ്പിച്ച കാടുകളാണ് അവർക്കുള്ളത്. അത് സംരക്ഷിക്കുക എന്നുള്ളതും അവരുടെ ഉത്തരവാദിത്വമാണ്. അതേപോലെ തന്നെ അവരുടെ കൃഷിയിടങ്ങള് അവരായിട്ട് തന്നെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത കൃഷിയിടങ്ങളാണ്. ആ കൃഷിയിടങ്ങളിലേക്കാണ് ഇവർ ഈ തീ കൊണ്ടിടുന്നത്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇവർക്ക് വിഭജിച്ച് കിട്ടിയ അതേ മരുഭൂമി പോലെ തന്നെ കുറെ ഭാഗം അവർക്കും കിട്ടിയായിരുന്നല്ലോ. ആ ഭാഗത്ത് അവിടെ എന്തൊക്കെയാ ഉണ്ടായിരുന്നത്, അവിടെയൊക്കെ എന്തൊക്കെയാ ഉള്ളത് നമുക്ക് നോക്കിയാൽ കാണാമല്ലോ.
അല്ലെ? അവരിപ്പോ ഈ തീ ഇട്ട് നശിപ്പിച്ച ഭാഗങ്ങൾ കൂടാതെ അതിന്റെ തൊട്ടടുത്ത് തന്നെ നമ്മളിപ്പോ ഇന്നും ഇന്നലെയും ഒക്കെയുള്ള ഫൂട്ടേജുകളിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും, ഈ തീ കയറി വന്നത് ഇസ്രായേലിന്റെ കയ്യിലുള്ള ഭൂമിയിൽ മാത്രമാ. പാലസ്തീന്റെ കയ്യിലുള്ള ഭൂമിയിലൊന്നും തീ കയറിയില്ല. അപ്പൊ അത് അള്ളാഹു നേരെ ഇങ്ങോട്ട് തിരിച്ചു വിട്ടതാണോ? അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ളതാണെങ്കിൽ, അല്ലെങ്കിൽ യഹോവയുടെ ഭാഗത്തു നിന്നുള്ളതാണെങ്കിൽ ഭൂമിയിൽ എല്ലായിടത്തേക്കും ഒരേപോലെ പോകണ്ടേ? കാറ്റനുസരിച്ച് പോകണ്ടേ? അപ്പൊ അവരുടെ ഭാഗത്തും ഉണ്ടായിരുന്നല്ലോ മരുഭൂമിയായിട്ട് ഉണ്ടായിരുന്ന സ്ഥലങ്ങൾ. അവിടെയൊക്കെ അവരെന്തൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്, അവരെന്ത് പുഷ്ടി പ്രാപിച്ചു. പക്ഷെ ഇതിന്റെ ഇടയിൽ ഹമാസ് ഒരു ആഹ്വാനം നടത്തിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. അതായത് ഈവൻ ഇൻ വെസ്റ്റ് ബാങ്ക്, അവിടെ അതായത് ഇസ്രായേലി സെറ്റിൽമെന്റ്സ് ഉണ്ടെന്ന് പറയപ്പെടുന്ന സ്ഥലത്ത്, അവിടെയും നിങ്ങൾ ഈ ജൂതന്മാരുടെ സ്ഥലങ്ങൾ, കൃഷിയിടങ്ങളൊക്കെ ഇതുപോലെ തീയിട്ട് നശിപ്പിക്കണം എന്നൊരു ആഹ്വാനം കൂടി നടത്തിയതായിട്ട് അറിയുന്നു. അതിനെക്കുറിച്ച് എന്തെങ്കിലും കേട്ടിരുന്നോ? അതെ, അവർ ആഹ്വാനം നടത്തിയതനുസരിച്ച്, നമ്മളിപ്പോ ന്യൂസിലൊക്കെ കാണുന്നതനുസരിച്ച്, നമ്മൾക്ക് കിട്ടുന്ന മെസ്സേജുകളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ നമുക്കറിയാൻ സാധിക്കുന്നത്, അധിനിവേശ ഭാഗങ്ങളെല്ലാം ഞങ്ങൾ നശിപ്പിക്കും, അങ്ങനെയാണ് പറയുന്നത് എന്നുള്ളതാണ് അവർ പറയുന്നത്. അതായത് പിടിച്ചടക്കിയ അവരുടെ കയ്യിൽ നിന്ന് ഇവര് പിടിച്ചടക്കിയ ഭാഗങ്ങളെല്ലാം നമ്മൾ നശിപ്പിക്കും എന്നുള്ളതാണ് അവർ പറയുന്നത്. ഓക്കെ, അധിനിവേശ ഭാഗങ്ങൾ. ഈ അധിനിവേശ ഭാഗങ്ങൾ എന്ന് പറയുമ്പോൾ രണ്ട് സ്ഥലത്തും ഉണ്ടല്ലോ, ഇല്ലേ? പറയേണ്ടി വരും. അതെ, അപ്പൊ അധിനിവേശ ഭാഗങ്ങളെല്ലാം അവര് കത്തി നശിപ്പിക്കും. നമ്മുടെ ഇത്തവണത്തെ ഈ ജൂതന്മാരുടെ സ്വാതന്ത്ര്യ ദിനാഘോഷം നമ്മൾക്ക് കത്തി നശിപ്പിക്കാം, അഗ്നിയിലൂടെ തന്നെ ആവട്ടെ എന്നൊക്കെയുള്ള ആഹ്വാനമാണ്. അപ്പൊ അത് യഹോവയുടെ പേരിലോ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ പേരിലോ ഉള്ള ഒരു ആഹ്വാനമാണെങ്കിൽ, അള്ളാഹു നശിപ്പിക്കാനുള്ള ഒരു ആഹ്വാനമാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്കൊന്നും പറയാനില്ല. ഇതൊക്കെ മതഭ്രാന്താണ്. അത്രയും മാത്രമേ ഞങ്ങൾ മനസ്സിലാക്കുന്നുള്ളൂ. നമുക്ക് അത്രയും മനസ്സിലാക്കാനുള്ളൂ. ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന ആൾക്കാര്, ഇസ്രായേലിൽ നിന്നുകൊണ്ട് ഞങ്ങളുടെ നേർക്കാഴ്ചകൾ കാണുന്ന ആൾക്കാർക്ക് കൃത്യമായിട്ട് അറിയാം ഇവിടെ എന്താണ് സംഭവിക്കുന്നുള്ളത്. പിന്നെ ഈ ചാനലിലൂടെ എന്നെ കേൾക്കുന്ന ആൾക്കാര്, ഡോക്ടർ ആന്റണിയെ കേൾക്കുന്ന ആൾക്കാര് അറിയാൻ വേണ്ടിയിട്ട് പറയുകയാണ്, നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ പറയുന്നത് പോലെ ഇസ്രായേൽ ഇവിടെ ഇങ്ങനെ കത്തി എരിഞ്ഞ് അമർന്നു പോയിട്ടൊന്നുമില്ല. ഇവിടെ ഒരാള് പോലും ഈ ഒരു അഗ്നിയുടെ പേരിൽ മരിച്ചതായിട്ടോ അല്ലെങ്കിൽ ആൾക്കാർ ബുദ്ധിമുട്ടുന്നതായിട്ടോ, ആൾക്കാർ ബുദ്ധിമുട്ടുന്നുണ്ട് പുക കൊണ്ടും ഈ സാത്താന്മാര് കൊടുക്കുന്ന ആ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് സ്വാഭാവികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാതെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരെ അവിടുന്ന് മാറ്റി പാർപ്പിക്കുന്നുണ്ട്. മാറ്റി പാർപ്പിച്ച ആൾക്കാരെല്ലാം തന്നെ ഇന്ന് വൈകുന്നേരത്തോടു കൂടി തിരിച്ചെത്തി എന്നുള്ളതാണ് അറിവ്. എല്ലാവരും തന്നെ എത്തുമെന്ന് അറിയത്തില്ല, എത്താൻ ഇനിയും ആൾക്കാരുണ്ടാവാം, ചിലപ്പം ഭീതിയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവാം. അതല്ലാതെ ഇവിടെ ഇസ്രായേലില് ഇതിനെ സംബന്ധിച്ച് എന്താ പറയാ വലിയൊരു പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഇതിനെ ബാധിക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളോ ഒന്നും, ഒരു പ്രശ്നങ്ങളും ഇല്ല. ഇവിടെ 77ാമത്തെ സ്വാതന്ത്ര്യ ദിനം അവര് നന്നായിട്ട് ആഘോഷിക്കുന്നു പറഞ്ഞാല് കഴിഞ്ഞ വർഷങ്ങളുടെ അത്രയും ആഘോഷങ്ങൾ അവര് ആഘോഷിക്കുന്നില്ല. കാരണം ഇപ്പോഴും 59 പേര് ഹമാസിന്റെ പിടിയിലാണ്, ബന്ദികളായിട്ട് ഉള്ളത് കൊണ്ട് അവര് വലിയ ആഘോഷങ്ങളൊന്നും ഇല്ലാതെ സാധാരണ രീതിയിൽ അവരുടെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ച് അവര് മുന്നോട്ട് പോകുന്നു. അത്രേ ഉള്ളു പറയാന്. എന്തായാലും ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കാണ്, ഇപ്പൊ ചോദിക്കല്ല പറയാണ്, അതായത് എന്തുകൊണ്ട് ഇവിടെ ഇസ്രായേൽ ഇതിങ്ങനെ സംഭവിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ബൈബിൾ പറഞ്ഞാൽ കുഴപ്പമുണ്ടാവുമോ എന്ന് ചോദിച്ചിട്ടാണ് അത് പറഞ്ഞത്. സത്യത്തിൽ ബൈബിളിനെ കുറിച്ച് പറയാതെ തന്നെ നിങ്ങൾക്കത് പറയാം. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ പാർട്ടീഷൻ പ്ലാൻ വന്ന് ഇസ്രായേലിന് ഭൂമി കൈമാറ്റം നടത്തുന്നതിനൊക്കെ മുന്നേ ഈ സയനിസ്റ്റ് പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് സ്ഥലങ്ങൾ അവിടെ അവർ വന്ന് വാങ്ങുന്നൊരു സമയമുണ്ടായിരുന്നു. ആ സമയത്ത് ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്ന അറബികൾ, അല്ല ഇവിടെ ഉണ്ടായിരുന്ന അറബികൾ, അവരിൽ നിന്നും ഈ സ്ഥലം വാങ്ങിക്കുന്ന സമയത്ത് സ്ഥലം കൊടുത്തു, അവർ പൈസയ്ക്ക് കൊടുത്തു. ആ കൊടുത്ത സ്ഥലം എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഈ പൊന്നു വിളയുന്ന സ്ഥലമല്ല കൊടുത്തത്, കൃഷിക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത ചതുപ്പ് നിലങ്ങൾ, വെള്ളക്കെട്ടുകൾ, ഇതൊക്കെയാണ് അവർക്ക് കൊടുത്തത്. അതും 5-10 ഇരട്ടി വില കൊടുത്തിട്ട്. അങ്ങനെ കൊടുത്ത സ്ഥലത്ത് മലേറിയ കൊണ്ട് പൊറുതിമുട്ടിയിരുന്ന സമയത്ത് അതിനെ ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടി ശ്രമിച്ച് ഇന്നിപ്പോൾ മലേറിയ എന്ന് പറയുന്ന അസുഖത്തെ ഫൈറ്റ് ചെയ്യുന്നതിൽ ഇസ്രായേൽ എന്നൊരു ലീഡിങ് ഒരു പ്ലെയറായി മാറിയിട്ടുണ്ടെങ്കിൽ അവരുടെ ഈ ഒരു അനുഭവ സമ്പത്തും കൂടിയാണ് അതിനകത്തേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണ് അവർ ആ സ്ഥലത്തെ ഇതുപോലെ വാസയോഗ്യമാക്കി മാറ്റിയത്. അവരിന്ന് അതിലേക്ക് ഇപ്പോൾ ടെലവീവ് പോലെയുള്ളൊരു നഗരമൊക്കെ പണിത് ഉയർത്തിയത്. അപ്പോൾ അത് നമ്മൾ അതിന്റെ ചരിത്രം, ലോകത്തിലേക്ക് ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള നഗരമായിട്ട്. അതെ. അപ്പോൾ ആ രീതിയിലേക്ക് മാറിയത്, അതിന് ഞാൻ പറഞ്ഞത് അതിന് മതകിതാബിന്റെ ഒരു ആവശ്യമില്ല, അതൊരു ചരിത്ര യാഥാർത്ഥ്യമാണ്. നിങ്ങൾക്ക് ആർക്കും വേണമെങ്കിൽ നേരിട്ട് പോയിട്ട് അവിടെ വെരിഫൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെന്നാണ് ഈ പറഞ്ഞു വെച്ചത്. അപ്പോൾ അതുകൊണ്ട്
ഇത് പറയാൻ നിങ്ങൾക്ക് കഴിയണം. കാരണം ഇതൊരു എന്താ പറയുക, ഒരു റെസിലിയൻസിൻ്റെ ഒരു സ്റ്റോറിയാണ്. അതുപോലെ തന്നെ ഈ ഫൈറ്റിംഗ് ബാക്ക് എന്ന് പറയുന്നത്, അവർ ജീവിക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടതിൻ്റെ ഒരു സ്റ്റോറി അവിടെ ഉണ്ട്. അതല്ലാതെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. ഇനി ഇതിലിപ്പോൾ നിങ്ങൾ തീയിട്ട് നശിപ്പിക്കുമ്പോൾ, ഈ അള്ളാഹുവിൻ്റെ ഗുണ്ടകൾ വന്നിട്ട് ഇതൊക്കെ ചെയ്യുമ്പോൾ, നമ്മൾ പറയുന്നത് ഇസ്രായേലിൽ 20% മുസ്ലിങ്ങളുണ്ട്. അവരുടെ ജീവനെക്കുറിച്ച് നിങ്ങൾക്ക് വല്ല ചിന്തയുണ്ടോ? അവരുടെയെങ്കിലും എന്നാൽ ഞാൻ ചോദിക്കും. ജൂതന്മാർ പോട്ടെ, അത് നിങ്ങളെ കണക്ക് പ്രകാരം കൊന്നു തള്ളാനുള്ള ആളുകളല്ലേ. ഹിറ്റ്ലറോടൊപ്പം വരെ നിങ്ങൾ ചേർന്ന് ചെയ്തു എന്നാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ തീയിടുന്ന സമയത്ത് അവിടെയുള്ള അറബികൾ, മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ, അവരുടെ ജീവനെക്കുറിച്ചെങ്കിലും നിങ്ങൾ ചിന്തിച്ചോ? ഇല്ല. അപ്പോൾ നിങ്ങളുടെ പ്രശ്നം എന്താണ്? നിങ്ങളുടെ പ്രശ്നം ഹെയ്റ്റാണ്. ഇതുപോലെ വലിയ വ്യാപകമായ ഒരു xenophobia കൊണ്ട് നടന്ന് ഇതേപോലെ ഇത്രമാത്രം ഒരു വൈകൃതം ഇതെങ്ങനെയാണ് കൊണ്ടു നടക്കാൻ പറ്റുന്നതെന്നൊക്കെ ആലോചിച്ച് പോവുകയാണ്. ഏതായാലും ഈ ഒരു ചട്ടക്കൂട്, ഈ എന്താ പറയുക, ഒരു കുപ്പത്തൊട്ടിയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞതിലുള്ള ആ ഒരു സന്തോഷം, അതെനിക്ക് ഓരോ നിമിഷവും അതിങ്ങനെ വർദ്ധിച്ചുകൊണ്ട് വരുന്നതാണ്. ഇതൊക്കെ പറയുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നമുക്കുള്ള അനുഭവം എന്ന് പറയുന്നത്. എന്തായാലും ഷൈനി ജോയിൻ ചെയ്യുന്നതിന് വലിയ നന്ദി. എന്തെങ്കിലും കൂടുതൽ ചേർത്ത് പറയാനുണ്ടോ? തീർച്ചയായിട്ടും എനിക്ക് ഒരു കാര്യം ജോയിൻ ചെയ്ത് പറയാനുള്ളത്, ഇപ്പം ഇസ്രായേലിൽ ജീവിക്കുന്ന മുസ്ലിങ്ങളെ കുറിച്ച് പ്രതിപാദിച്ചുകൊണ്ട് ഞാൻ പറയാം. ഞാൻ ജോലി ചെയ്യുന്ന ഒരു വില്ലേജില് ഏകദേശം 283 വർക്കേഴ്സ് ഉണ്ട്. അതിൽ 173 വർക്കേഴ്സ് അറബ്സ് ആണ്. ബാക്കിയുള്ളവർ മാത്രമാണ് ജൂയിഷ് ആയിട്ടുള്ള ആൾക്കാര്. അവരൊക്കെ എത്ര ഫ്രീഡത്തോടു കൂടിയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നതെന്നുള്ളതും, ജൂയിഷുമായിട്ടും അത്രയും മിങ്കിൾ ചെയ്ത് എന്താ പറയുക, എല്ലാ സ്വാതന്ത്ര്യത്തോടുകൂടിയും എല്ലാ ആനുകൂല്യങ്ങളും എല്ലാ സൗകര്യങ്ങളും കൊണ്ട് കൂടിയാണ് അവർ ഇതിനകത്ത് ജോലി ചെയ്യുന്നത്. ഈ ഒരു മതഭ്രാന്തിന്റെ പേരിൽ ഇതിന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ വരുമ്പം അവര് തന്നെ വിഷമിക്കുന്ന നമ്മുടെ കണ്ണിൽ കാണുന്ന കാഴ്ചയാണ്. അവർക്ക് കിട്ടുന്ന ആ ഒരു സ്വാതന്ത്ര്യവും അവർ അനുഭവിക്കുന്ന ആ ഒരു സൗകര്യങ്ങളും എല്ലാം എന്തോ ഒരു ഔദാര്യമായിട്ടോ അല്ലെങ്കിൽ എന്തോ ഒരു എന്താ പറയാ, അവർക്ക് അവരുടെ ആ ഒരു ഫീലിങ്സ് നമ്മൾ നേരിട്ട് കാണുന്നതാണ്. അതെന്തുകൊണ്ട് ഈ പുറത്തുള്ളവർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പം മുസ്ലിങ്ങൾ അല്ലെങ്കിൽ യഹൂദന്മാര് എന്നുള്ള രീതിയിൽ ഇസ്രായേൽ ഗവൺമെന്റിന് താരതമ്യം ചെയ്ത് മാറ്റി നിർത്തണമെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ആവാം, അല്ലെ? ഇപ്പൊ നമ്മുടെ നാട്ടിൽ നമ്മൾ കാണുന്നുണ്ട്, പാകിസ്ഥാനും ഇന്ത്യയുമായിട്ടുള്ള ഒരു പ്രശ്നം വന്നപ്പം പാകിസ്ഥാനികളായിട്ടുള്ള എല്ലാവരും ഇന്ത്യ വിട്ടു പോകണം എന്ന് പറയാൻ നമുക്കൊരു ധൈര്യമുണ്ട്. ആ ഒരു കാര്യം ഒരിക്കലും ഇസ്രായേൽ ഗവൺമെന്റ് പറഞ്ഞായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടോ? ഇതുവരെ നമ്മൾ കേട്ടിട്ടുണ്ടോ? ചരിത്രത്തിൽ നമ്മൾ കേട്ടിട്ടില്ല. അതൊരിക്കലും ഒരു പറയുകയുമില്ല. അതിപ്പോഴൊന്നല്ല, ആ വിഭജനം നടക്കുന്ന സമയത്ത് പോലും പറഞ്ഞില്ല. അതെ, അങ്ങനെ പറയില്ല. ഇനി അങ്ങനെ പറയാനൊരു നിയമം ഉണ്ടായാൽ പോലും യഹൂദൻ അങ്ങനെ പറയില്ല. അതാണ് യഹൂദന്റെ പാരമ്പര്യം എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് അവരെ കാണുന്നതാണ്, അവരെ അനുഭവിക്കുന്നതാണ്. നമ്മൾ ഓരോ ദിവസവും ഓരോ നേർക്കാഴ്ചകളും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നമ്മളുടെ അനുഭവങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇനിയെങ്കിലും ലോകത്തെമ്പാടുമുള്ള മലയാളികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ നാട്ടില് ഇത്രയും തീവ്രവാദ സ്വഭാവമുള്ള ഒരു സംഘടനയെ പ്രോത്സാഹിപ്പിക്കുകയും തീവ്രവാദികളുടെ മുഖം വെച്ചുകൊണ്ടുള്ള പോസ്റ്ററുകൾ വെച്ചിട്ട് എന്താ പറയാ, ഓരോ സംഭവങ്ങളും നടക്കുമ്പോൾ അതിന് പോയി ജയ് വിളിക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണുമ്പോൾ ശരിക്കും ഞങ്ങളെ പോലെയുള്ള ആൾക്കാർ ഇവിടെ ഇരുന്ന് ഈ അന്നം തരുന്ന നാടിന്റെ ഒപ്പം ഇരുന്നത് കാണുമ്പം ശരിക്കും കണ്ണീര് പൊഴിക്കുക എന്നുള്ളത് മാത്രമേ, വേറെ ഒന്നും ചെയ്യാനില്ല ഞങ്ങൾക്ക് ആർക്കും. വളരെ സങ്കടത്തോടു കൂടിയാണ് പറയുന്നത്. എന്തായാലും ഇതിനകത്ത് മതമോ അല്ലെങ്കിൽ ഒന്നുമില്ല, രാഷ്ട്രീയമോ അങ്ങനെയുള്ള ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അതെനിക്ക് ഓർമ്മയുണ്ട്. അന്ന് സബിത പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. സബിത മീര പറഞ്ഞത്, അതായത് അവരുടെ അനുഭവം അവർ വീട്ടിൽ ചെന്ന് പറയുമ്പോൾ വീട്ടുകാർ പോലും അത് സമ്മതിക്കുന്നില്ല. പിന്നല്ലേ നാട്ടുകാരുടെ കാര്യം. ഇതെല്ലാം അന്ന് സംഭവിച്ചത്. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ അങ്ങനെയാണിത്, ഇത്തരം വിഷയങ്ങൾ. അപ്പോൾ എന്തായാലും നമ്മളെ കൊണ്ടാവണ പണി നമ്മൾ ചെയ്യുന്നു, നിരന്തരം പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. നിങ്ങൾക്ക് പറയാനുള്ള ഒരു വേദി കൂടിയാക്കി ഞാൻ ഇതിന്റെ പേരിൽ നമുക്ക് ട്രോള് വരും, പിന്നെന്തുവാണ് അവിഹിതങ്ങൾ വരും, ഒക്കെ നമ്മൾ നേരിട്ട് സ്വീകരിക്കും. അത്രേ ഉള്ളൂ. നമുക്ക് പറയാനുള്ളത് നമ്മളിങ്ങനെ ചങ്ക് വിരിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിന്റെ പേരിൽ ട്രോളുകൾ വന്നുകൊണ്ടിരിക്കും, അവിഹിതങ്ങൾ വന്നുകൊണ്ടിരിക്കും, പിന്നെന്താണ് പോസ്റ്ററുകൾ വന്നുകൊണ്ടിരിക്കും. എന്താ പറയാ, നമുക്ക് ശീലമായി. അത്രേ ഉള്ളൂ. നിങ്ങളുടെ ജോലിക്കപ്പുറം ഈ യൂട്യൂബും അതിലൊക്കെ ഉള്ള കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകുന്നു? ഈ ഹീബ്രു ട്രെയിനിങ് ഒക്കെ ജോലിയിൽ നമ്മൾക്ക് 24 മണിക്കൂർ നമ്മൾ എപ്പോഴും നമ്മുടെ എംപ്ലോയറിന്റെ കൂടെ തന്നെയാണ്. അതിനിടയ്ക്ക് നമ്മൾ എംപ്ലോയറുമായിട്ടുള്ള എല്ലാ ജോലികളും തീർത്തതിന് ശേഷം രാത്രി സമയങ്ങളിൽ കിട്ടുന്ന ആ ഒരു ഫ്രീ ടൈമില് ഞാൻ ഹീബ്രു പഠിപ്പിക്കുന്നുണ്ട്. എന്റെ ഫ്രീ ടൈം മൊത്തം ഞാൻ മാറ്റി വെക്കുന്നത് ഹീബ്രു പഠിപ്പിക്കാനും, പിന്നെ ഇവിടെയുള്ള ഇസ്രായേൽ മലയാളികൾക്ക് എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഒരു സോഷ്യൽ വർക്കായിട്ട്, ഒരു വോളണ്ടിയർ വർക്കിംഗ് ആയിട്ട് ആർക്കെങ്കിലും ഒക്കെ വേണ്ടിയിട്ട് പോകാനോ
സംസാരിക്കാനോ ഒക്കെ ആരെങ്കിലും ഒരാൾ വേണമല്ലോ. അതെ ഇവിടെ ഇസ്രായേലിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു പ്രത്യേക മലയാളി അസോസിയേഷനോ അല്ലെങ്കിൽ നോർക്ക രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു അസോസിയേഷനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. ഇവിടെ ആകെപ്പാടെ ഉള്ളത് നമുക്ക് ഇന്ത്യൻ എംബസി മാത്രമാണ്. അപ്പൊ എംബസിയിലേക്ക് നമുക്ക് ഡയറക്റ്റ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സഹായങ്ങൾ ചോദിച്ചു പോകാനായിട്ട് പറ്റത്തില്ല. എംബസിക്ക് എംബസിയുടേതായ ഒരു കാറ്റഗറി ഉണ്ട്, അവർക്ക് അവരുടേതായ ഒരു മാനദണ്ഡങ്ങളുണ്ട്. അപ്പൊ നമുക്ക് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ വേണ്ടി വന്നാല് ഇവിടെ നമ്മൾക്ക് നിലവില് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം ഇല്ല. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരുടെ ഇടയിലേക്ക് കടന്നു ചെല്ലാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നു. ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലും സഹായം വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യും. നമ്മുടെ ഫ്രീ ടൈമിൽ നമ്മൾ പോകും, സഹായിക്കും. അങ്ങനെ ഒരു വോളണ്ടിയറിംഗ് വർക്ക് പിന്നെ പ്ലസ് ഹീബ്രു ടീച്ചിങ് ആയിട്ട് ഇങ്ങനെ പോകുന്നു. അത്രേ ഉള്ളൂ. എനിവേ പ്രൗഡ് ഓഫ് യു, കീപ് ഇറ്റ് അപ്പ്, കൺഗ്രാറ്റുലേഷൻസ്. എന്തായാലും വന്നതിന് വലിയ നന്ദി. എന്തായാലും ഇസ്രായേലിനെ കുറിച്ചുള്ള നേർക്കാഴ്ചകൾ അറിയണമെങ്കിൽ ഞാൻ മാത്രമല്ല കേട്ടോ, ഞാൻ മാത്രമല്ല, ഇവിടെ വേറെ ഒരുപാട് ആൾക്കാരുണ്ട്. ഇവിടുത്തെ നേർക്കാഴ്ചകൾ പുറത്തേക്ക് കൊടുക്കാനും പുറത്തേക്ക് പറയാനും ഒക്കെ ധൈര്യമുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ. സത്യമായിട്ട് പുറത്തു വരാൻ പബ്ലിക്കിലേക്ക് കൊടുക്കാൻ ഞങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും. അതിനകത്ത് മതമോ വിശ്വാസമോ ഒന്നും കലർത്തണ്ട. ചരിത്രം മാത്രം നോക്കിയാൽ മതി, മനുഷ്യത്വം മാത്രം നോക്കിയാൽ മതി. താങ്ക് യു സോ മച്ച്. ഏതായാലും ഷൈനിയുടെ ചാനൽ ഞാനിവിടെ ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടെ, കൂടുതൽ നിങ്ങളെ കുറിച്ച് അറിയട്ടെ, കാര്യങ്ങൾ മുന്നോട്ട് പോട്ടെ. അപ്പോൾ എന്തായാലും ജോയിൻ ചെയ്ത വലിയ നന്ദി. കൂടുതൽ വാർത്തകൾ വരുമ്പോൾ അപ്ഡേറ്റിന് വേണ്ടി ഞാൻ ഇനിയും എന്തായാലും ഞങ്ങളാരും അഗ്നിയിൽ എരിഞ്ഞു പോയിട്ടില്ല, ഞങ്ങളൊക്കെ ഇവിടെ തന്നെയുണ്ട്. അടുത്ത വർഷം വരുമ്പോൾ വീണ്ടും കാണാം. താങ്ക് യു. ഓക്കെ, അപ്പോൾ ശരി, താങ്ക് യു. ഓക്കെ, അപ്പോൾ കേട്ടല്ലോ എല്ലാവരും, ഇത്രയുണ്ട് അവിടെ ഉണ്ടായ കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മളിവിടെ നമ്മുടെ നാട്ടുകാർ, ഇവിടുത്തെ പത്രങ്ങൾ ഇത് വലിയ സംഭവമാക്കി ഇതിങ്ങനെ പെരുപ്പിച്ച് കാണിച്ച് ആളുകളെ ഭയപ്പെടുത്തി ഭീതി വ്യാപാരം നടത്തി ആളുകളെ പറ്റിച്ച് അവരുടെ ലക്ഷ്യങ്ങൾ നേടാനുള്ളൊരു വഴി, ഒരു കുറുക്ക് വഴിയാക്കിയിട്ട് ഇതിനെ മാറ്റുന്നത് കാണുമ്പോൾ നമുക്കിത് ചെയ്യാതെ നിവൃത്തിയില്ല. അതുകൊണ്ടാണ് നമ്മളിത് ചെയ്യേണ്ടി വരുന്നത്. ഏതായാലും അന്ന് നടത്തിയ യാത്രയിലൂടെ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരുപാട് ബന്ധങ്ങൾ, ഇതുപോലെയുള്ള നല്ല നല്ല സുഹൃത്തുക്കളായിട്ട് നമുക്ക് വന്നിട്ടുള്ള ആളുകൾ വലിയ തോതിൽ ഇത്തരം കാര്യങ്ങൾ പറയാനൊക്കെ താല്പര്യം കൂടിയുള്ള ആളുകളാകുമ്പോൾ നമുക്ക് പണി എളുപ്പമാണ്. സോ അതിന് മുന്നോട്ട് വന്നതിൽ വലിയ നന്ദി അറിയിക്കുകയാണ്. ഇനിയുണ്ട് ആളുകൾ, നമ്മളന്ന് മീറ്റ് ചെയ്ത ഒരു ജിബി ഉണ്ട്, അതുപോലെ മറ്റു പല ആളുകളുണ്ട്. എന്തായാലും അവരൊക്കെ നമുക്ക് ഓരോ വിഷയങ്ങൾ വരുമ്പോൾ അതിന് സംസാരിക്കാൻ പറ്റുന്ന ആളുകളെ നമുക്ക് കണ്ടെത്തി നമുക്ക് കൊണ്ടുവരാം. ഷൈനി തന്നെ പറഞ്ഞു ഷൈനിയുടെ സുഹൃത്തുക്കളുണ്ട് എന്നുള്ളത്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇനി വരുമ്പോൾ നമുക്ക് കാണാം. അപ്പോൾ ഏതായാലും ഇസ്രായേലിൻ്റെ മാപ്പ് ഞാനിവിടെ ഇട്ടിട്ടുണ്ട്. മാപ്പ് കണ്ടിട്ട് മനസ്സിലാകാത്ത ആളുകളുണ്ടെങ്കിൽ തൽക്കാലം ഒന്നും നമുക്ക് ചെയ്യാനില്ല, നിങ്ങളവിടെ കാണുക. ആ ഒരു ചുമന്ന അടയാളം അതാണ് ജെറൂസലം. ഇപ്പോൾ തീപിടുത്തം ഉണ്ടായി എന്ന് പറയുന്ന സ്ഥലം ആ ഒരു ഭാഗത്താണ്. അവിടെ നിങ്ങൾക്ക് ഒരു ഏകദേശ ധാരണ കിട്ടാൻ വേണ്ടിയിട്ട് ഷൈനി തന്നെ ഇപ്പോൾ ഷെയർ ചെയ്തൊരു മാപ്പാണ്, അതിൽ നിന്നാണ് ഞാൻ എടുത്തിട്ടിരിക്കുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ കാണുക. ഞാൻ കോളേഴ്സിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ യാത്ര നടത്തിയപ്പോൾ കണ്ടിട്ടുള്ള ചില ചിത്രങ്ങൾ അതും കൂടി ഞാനൊന്ന് വെക്കണം. എന്താണ് ഈ ജെറൂസലം കത്തി അമർന്നത്, നിങ്ങൾ പറയുന്ന മാതിരി മൊത്തം അങ്ങ് കത്തിപ്പോയാൽ എന്താ ഉണ്ടാവുക എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് എൻ്റെ സ്വന്തം ക്യാമറയിൽ ഞാൻ പകർത്തിയ ചില ചിത്രങ്ങൾ കൂടി ഒന്ന് കാണാം. അതായത് ജെറൂസലം, ഓൾഡ് ജെറൂസലം, അവിടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ആ പോകുന്ന സമയത്ത് അവിടെ നമ്മൾ കണ്ടിട്ടുള്ള ചില കാഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഈ ഹെറിറ്റേജ് എന്ന് പറയുന്ന സാധനം, അല്ലെങ്കിൽ ആ ഒരു ചരിത്രം അതിങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന ഒരു സ്ഥലം, അല്ലെങ്കിൽ അതിങ്ങനെ കല്ലിൻ്റെ രൂപത്തിലും മണ്ണിൻ്റെ രൂപത്തിലും ചുമരിൻ്റെ രൂപത്തിലും ചിത്രങ്ങളായിട്ടൊക്കെ എവിടെ നോക്കിയാലും ചരിത്രം അങ്ങനെ നിൽക്കുന്നൊരു സ്ഥലം, അതാണ് ജെറൂസലം എന്ന് പറയുന്നത്. അതും ദൈവങ്ങളുടെ ചരിത്രമാണ് അവിടെ കൂടുതൽ നമുക്ക് കാണാൻ കഴിയും. ഒരു വശത്ത് യഹോവ, ഒരു വശത്ത് അള്ളാഹു, മറുവശത്ത് മറ്റേ ഈശോ മിശിയ, അങ്ങനെ എല്ലാ ആളുകളും അവിടെ ഇങ്ങനെ നിരന്നിങ്ങനെ നിൽക്കുകയാണ്. അങ്ങനത്തെ ഒരു പ്രത്യേകതര സ്ഥലം. അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ഫീല് വേറെയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ അവിടേക്ക് ചെല്ലുന്നു. അപ്പോൾ അവിടെ ഇന്ന് നമ്മൾ കാണുമ്പോൾ ഇസ്രായേലിൻ്റെ ആ ഒരു കൺട്രോൾ, അവിടുത്തെ സുരക്ഷയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മെയിൻ്റനൻസ് എല്ലാം ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ഞാനിവിടെ നടക്കുന്ന സമയത്ത് മറ്റുള്ള ഇപ്പോൾ ജൂതന്മാരുടെ പ്രാർത്ഥനയും അതും അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ പ്രാർത്ഥനയൊക്കെ നിങ്ങൾക്ക് കാണാം, അതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷേ അവിടെ ബാങ്ക് വിളിയുണ്ട് ഈ ജെറൂസലമിൽ, അത് നമുക്കൊന്ന് കേട്ട് കളയാം. ഞാൻ അവിടെ കേട്ടപ്പോൾ എൻ്റെ ഉള്ളം തുടിച്ച ആ മൊമെൻറ്റ്. ജെറൂസലമിൽ നിന്നുള്ള ബാങ്ക് വിളിയാണ് ഈ കേൾക്കുന്നത്. അപ്പം ഞാൻ ആലോചിക്കണത്, ഇവിടെ പോയി ഇതേപോലെ തീയിട്ട് കഴിഞ്ഞാൽ ഈ പടച്ചോ സ്വന്തം വീട്, അതായത് എവിടുന്ന ഈ ബാങ്ക് വിളിക്കുന്നത്, പള്ളി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഭവനം. അപ്പോൾ സ്വന്തം വീട് തീയിട്ട് നശിപ്പിക്കുന്ന ഒരു അള്ളാഹു,
അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കാൻ അള്ളാഹുവിൻ്റെ ഗുണ്ടകൾ. ഇതിനേക്കാൾ വലിയ മണ്ടന്മാർ വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്നാണ് ഞാൻ ഈ ആലോചിച്ച് പോകുന്നത്. ഇതാണ് നമ്മൾ കാണുന്നത്. ഇതിപ്പോൾ ഈ വലതുവശത്ത് കാണുന്നത് നമ്മൾ ഈ മസ്ജിദുൽ അക്സയിലേക്ക് പോകുന്ന വഴിക്കുണ്ടായിട്ടുള്ള ചില കാര്യങ്ങളാണ്. അവിടെ പെട്ടെന്ന് നമ്മൾ ക്യാമറ കട്ട് ചെയ്യേണ്ടി വന്നു. കാരണം എതിരെ പോലീസുകാർ വന്നപ്പോൾ നമ്മൾ പെട്ടെന്ന് കട്ട് ചെയ്യണം. അവർ വരുമ്പോൾ ക്യാമറ ഓഫ് ആക്കുന്നൊക്കെ പറയും. അതുകൊണ്ട് നമ്മൾ കട്ട് ചെയ്തു. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് എന്താണ് അവിടെ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് ചെയ്തു എന്നുള്ളൂ. ഇനി ഈ മസ്ജിദുൽ അക്സയിലേക്ക് പോകുന്ന വഴിക്ക് അതിൻ്റെ അങ്ങേ അറ്റം കാണുന്നിടത്താണ് നമ്മൾ അക്സയിലേക്കുള്ള കോമ്പൗണ്ടിലേക്ക് നമ്മൾ കയറുന്നത്. അവിടെ ആ ഒരു എൻട്രി നിങ്ങൾക്ക് കാണാമല്ലോ, അല്ലെങ്കിൽ ആ അവസാനിക്കുന്ന സ്ഥലം അവിടെ ഒരു പുറത്തേക്കുള്ളൊരു വഴി പോലെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഈ കാണുന്ന സ്ഥലം ഈ ഒരു ഹാളിലൂടെ ഇങ്ങനെ പോകുന്നു. ഇതൊരു നമ്മളുടെ മിഠായി തെരുവിലൂടെയൊക്കെ നടക്കുമ്പോൾ പോലുള്ള ഒരു അവസരം, അത്തരം ഒരു ഫീലാണ് നമുക്ക് കിട്ടുക. അപ്പുറത്തും ഇപ്പുറത്തും കച്ചവടക്കാരായിട്ട് ഇരിക്കുന്നത്, കഫിയ വരെ ഈ സാധനം ഞാൻ അവിടെ നിന്നാണ് വാങ്ങിച്ചത്, ഈ സാമാനം ഞാൻ അവിടെ നിന്നാണ് വാങ്ങിച്ചത്, ഇതൊക്കെ അവിടെ ഇങ്ങനെ വിൽക്കുന്നു. നമ്മളുടെ വിവിധ തരത്തിലുള്ള ഖുർആൻ വാങ്ങിച്ചത് ഇതേ സ്ഥലത്തു നിന്നാണ് കേട്ടോ. ഇതൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കച്ചവടം ചെയ്യുന്നത് മുസ്ലിങ്ങൾ, അത് നമ്മൾ ആലോചിക്കുക. ഈ ജെറൂസലമിലുള്ള മുസ്ലിങ്ങൾ തന്നെയാണ് അവിടെ പലരും ഇത് കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരവിടെ ജീവിക്കുന്നു. അപ്പോൾ ഈ അള്ളാഹുവിൻ്റെ ഗുണ്ടകളെ വിട്ടിട്ട് ഇതേപോലെ തീ വെപ്പിക്കുമ്പോൾ ഇത് എല്ലാമല്ലേ നശിപ്പിച്ചു കളയുന്നത്. അവിടെ ഖുർആൻ വരെ ഇരുന്ന് കത്തും. അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. കഫിയ വരെ കത്തിപ്പോവും. ഇതാണ് നമ്മളവിടെ ആലോചിക്കേണ്ടത്. ഇത് എന്ത് മണ്ടനാണ് ഈ അള്ളാഹു എന്ന് നമ്മൾ വീണ്ടും ചോദിച്ചു പോകുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു ഏരിയൽ പിക്ചർ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഏകദേശ രൂപം. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാം നമ്മളുടെ ഡോം ഓഫ് ദ റോക്ക് എന്ന് പറഞ്ഞിട്ട് സാധനം, അതാണ് ആ ഒരു സംഭവം. മറ്റേ ഗോൾഡൻ കളറിൽ കാണുന്ന ആ ഭാഗം മസ്ജിദുൽ അക്സയിൻ്റെ തൊട്ടപ്പുറത്ത് നിങ്ങൾക്ക് കാണാം. ഇങ്ങനെയൊക്കെയുള്ള ഓരോ സാധനങ്ങൾ അവിടെ നിങ്ങൾ കാണുന്നു. ഇതെല്ലാം തീ വെച്ച് നശിപ്പിക്കാനല്ലേ അള്ളാഹുവിൻ്റെ ഗുണ്ടകളെ വിട്ട് അള്ളാഹു ഇവിടെ പണി ഒപ്പിച്ചത്. അപ്പോൾ ഇത്രയ്ക്ക് മണ്ടനാണോ അള്ളാഹു എന്ന് നമ്മൾ വീണ്ടും ചോദിച്ചു പോകുന്നത് അവിടെ അതുകൊണ്ടാണ്. ഓക്കെ, ഇത് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇട്ടുന്നേ ഉള്ളൂ. ഇനി ഈ ഒരു ചിത്രം നിങ്ങൾ നോക്കുക. ഇതിൻ്റെ ഒരു ഏകദേശ ധാരണ, ഈ ഓൾഡ് ജെറൂസലം സിറ്റി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എ വിഷ്വൽ മൈക്രോകോസം ഓഫ് ജെറൂസലംസ് ലയേർഡ് ഹിസ്റ്ററി, അതായത് ഓരോ തട്ടുതട്ടായിട്ട് കിടക്കുന്ന ഹിസ്റ്ററിയാണ് ഈ ജെറൂസലമിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുക. ഈ ഒരൊറ്റ ചിത്രത്തിൽ 3 സാധനങ്ങൾ നിങ്ങൾക്ക് കാണാം. ഈ തൂണുകളായിട്ട് ഇത് ഞാൻ എൻ്റെ സ്വന്തം ക്യാമറയിൽ എടുത്ത ചിത്രമാണ് കേട്ടോ. അതായത് ആ തൂണുകൾ എന്ന് പറയുന്നത് റോമൻ പീരീഡിൽ ഉള്ള സാധനമാണ്. അതായത് ജൂതന്മാരുണ്ടായിരുന്ന സമയത്ത് അവരെ പിടിച്ചടക്കി റോമക്കാർ അവിടെ വരുന്നു. അവരവരുടെ ഭരണം സ്ഥാപിക്കുന്ന സമയത്ത് അവരുടേതായിട്ടുള്ള ചില നിർമ്മിതികൾ അന്നത്തെ കാലഘട്ടത്തിലുള്ള ഡേറ്റ് ചെയ്തിട്ടുള്ള ആ തൂണുകൾ, കൽത്തൂണുകളാണ് ആ കാണുന്നത്. അപ്പോൾ അത് താഴെ നിങ്ങൾക്ക് കാണാം. അതിൻ്റെ തൊട്ട് മുകളിൽ ഇസ്രായേലിൻ്റെ പതാക അവിടെ നാട്ടി വെച്ചിരിക്കുന്നത്. അത് മോഡേൺ ഇസ്രായേൽ, അതായത് 1948 ശേഷം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം എന്ന രീതിയിലേക്ക് വന്നതിന് ശേഷം അവിടെ ഉണ്ടായിട്ടുള്ളൊരു അതിൻ്റെ ഒരു ചിഹ്നമായിക്കൊണ്ട് ആ കൊടിയെ നിങ്ങൾക്ക് കാണാം. ഇനി അതിൻ്റെ മുകളിലേക്ക് നിങ്ങൾ നോക്കിയ ഒരു പള്ളിയും ഒരു മിനാരവും നിങ്ങൾക്ക് അവിടെ കാണാം. അതെന്താണ് സിഗ്നിഫൈ ചെയ്യുന്നത്? അവിടെ ഉണ്ടായിട്ടുള്ള മുസ്ലിം ഇൻവേഷൻ. അപ്പോൾ ഏറ്റവും താഴെ, അതായത് ജൂതന്മാരായിട്ടുണ്ടായിരുന്ന ആളുകളെ അവിടുന്ന് അടിച്ചോടിച്ച് അവിടേക്ക് വന്ന റോമാക്കാർ, അതിൻ്റെ ചിഹ്നം. ഏറ്റവും അങ്ങേയറ്റത്ത് ഏറ്റവും അവസാനം എന്ന് പറയാവുന്ന രീതിയിൽ അറബ് ഇൻവേഷൻ നമ്മളുടെ ഒട്ടോമൻ പീരീഡും അതുപോലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അവശിഷ്ടം എന്നുള്ള രീതിയിൽ അവിടെ ഒരു പള്ളിയും അതിൻ്റെ ഒരു മിനാരവും. ആ പള്ളിയുടെ പേര് ഞാൻ പറയാം, എന്തോ ഒരു ഫാത്തിമ മസ്ജിദ് അങ്ങനെ എന്തോ ഒരു പേര് ഓർക്കുന്നു, ഇപ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. അതിൻ്റെ മിനാരമാണ് ആ കാണുന്നത്. അതിൻ്റെ നടുക്ക് ഇന്ന് ഇസ്രായേലിൻ്റെ ആധുനിക രൂപം, അതിൻ്റെ ചിഹ്നങ്ങൾ, അതിൻ്റെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അവിടെ കാണാം. ഇതാണ് ഇസ്രായേലിൽ നിങ്ങൾ എവിടെ പോയി നോക്കിക്കഴിഞ്ഞാൽ ഈ ലെയർ നിങ്ങൾക്ക് എവിടെ വേണേലും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഏതൊരു സൈഡിൽ, ഇപ്പോൾ ജാഫ പോർട്ട് അല്ലെങ്കിൽ അങ്ങനെ ഏത് സ്ഥലത്ത് പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ ഒരു ലെയർ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ കഴിയും. ഇതാണ് ഹിസ്റ്ററി പഠിക്കുമ്പോൾ ഒരു രസം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിന് നമുക്ക് ഇൻസ്പിറേഷൻ തരുന്ന ഇതാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ പുതിയ യാത്ര വരുന്നു, ഇപ്പോൾ യൂറോപ്പിലേക്ക് പോകുമ്പോൾ നമ്മൾ അവിടെ തേടി പോകുന്ന എന്താണ്? അന്ന് ഇസ്രായേലിൽ കണ്ട സാധനങ്ങളുടെ ചില സാധനങ്ങൾ ഇസ്രായേലിലല്ല ഉള്ളത്. അത് ഈ ഹോളോകോസ്റ്റുമായി ബന്ധപ്പെട്ടിട്ട് അത് യൂറോപ്പിലാണ്. അവിടെ നമ്മൾ പറഞ്ഞ പോളണ്ടിൽ, അതുപോലെ ജർമ്മനിയിൽ ഉള്ള സ്ഥലങ്ങൾ, അവിടേക്കും കൂടി നമ്മൾ പോയിട്ട് ഈ ഹോളോകോസ്റ്റ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അതൊരു സർക്കിൾ ഒന്ന് പൂർത്തിയാക്കാൻ തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ടും കൂടി ഇറങ്ങിത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ എവിടെ നമ്മൾ യാത്ര ഇതുപോലുള്ള കാര്യങ്ങൾ പോകുമ്പോൾ നമുക്കൊരു നീഷ് ഏരിയ വരികയാണ്. ഇപ്പോൾ നമ്മളുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഹിസ്റ്ററി, പ്രത്യേകിച്ച് ഈ ജൂയിഷ് ഹിസ്റ്ററി വരുന്നു. പലതുമുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്തൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുള്ള സാധനമാണ് നമ്മളുടെ ഇന്ത്യൻ ഹിസ്റ്ററി. അതിൽ മുഗൾ പീരീഡ്, അല്ലെങ്കിൽ അതിന് മുന്നേ ഉള്ള പീരീഡ്, അതിന് ശേഷമുള്ള നമ്മളെ ഇപ്പോൾ ഗോൾഗോണ്ട പോലെയുള്ള സ്ഥലത്തൊക്കെ പോകുമ്പോൾ കിട്ടുന്ന ആ ഒരു എക്സ്പോഷർ. ഇങ്ങനെ ഓരോ സ്ഥലത്തും പോകുമ്പോൾ, ഹംപി അവിടെ പോകുമ്പോൾ അത് കിട്ടുന്ന അതിൻ്റെ കാര്യങ്ങൾ, അങ്ങനെ ഓരോ മേഖലയിലും ചെല്ലുമ്പോൾ നമുക്ക് ഓരോ നാടിൻ്റെയും ആ ചരിത്രം നമുക്ക് അറിയാൻ കഴിയും. അവിടെയുള്ള ആ ലെയേഴ്സ് നമ്മളുടെ കണ്ണിലേക്ക് ഇങ്ങനെ വരും. അത് ഓട്ടോമാറ്റിക്കലി വരും. അത് എല്ലാവർക്കും വരുമെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ വരാത്ത ആളുകൾ ഒന്ന് ശ്രമിച്ചു നോക്കുക. ഇങ്ങനെ നമുക്ക് ലെയർ കണ്ടത്. ഇതിപ്പോൾ
ഞാൻ നോക്കുമ്പോൾ ഇതിങ്ങനെ ഫോട്ടോ എടുക്കാം അങ്ങനെ എല്ലാവരും ഇവിടെ വന്ന് എടുത്തോളൂ എന്നൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷെ അന്ന് എനിക്ക് എടുക്കണം തോന്നി, ഇന്നിപ്പോൾ അത് ഉപകാരം വന്നു. ഈ ലെയർ നമുക്ക് കാണാൻ കഴിയും. ഇത് നിങ്ങൾ ഒന്ന് ശ്രമിക്കുക ഈ ചരിത്രം പഠിക്കാൻ വേണ്ടി. അതാണ് നമ്മൾ പറയുന്നത് പണ്ടേ ഉണ്ടായിരുന്നത് ജൂതനാണ്. അപ്പോൾ ഒരു ചോദ്യം വരാറുണ്ട്, അതായത് ബനു ഇസ്രായേൽ എന്ന് പറയുമ്പോൾ അത് അവരുടെ മക്കളെക്കുറിച്ചാണ് പറയുന്നത്, അവരുടെ ജനതയെക്കുറിച്ചാണ് പറയുന്നത്, ആ നാടിനെക്കുറിച്ചല്ല ഇവർ പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ചില വാദങ്ങൾ നമ്മളിവിടെ കാണുന്നുണ്ട്. അതിൻ്റെ ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടാത്തതിൻ്റെ പേരിൽ ചിലപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നിയേക്കാം, അതെങ്ങനെ ഇസ്രായേൽ ആവുക, ഇസ്രായേൽ 1948 ശേഷമല്ലേ എന്നുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ അഖണ്ഡ ഭാരതം എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൺസെപ്റ്റ്, അല്ലെങ്കിൽ ഭാരതം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, അത് ഇന്ത്യ എന്ന് പറയുന്ന ഇന്ന് നമ്മൾ കാണുന്ന ഇന്ത്യ മാപ്പ്, നമ്മളുടെ ആ ഒരു ഇങ്ങനെ നിൽക്കുന്ന ആ രൂപമൊക്കെ വരുന്നതിന് മുന്നേ തന്നെ ഭാരതം എന്ന് പറയുന്ന കൺസെപ്റ്റും അതിനൊരു ജോഗ്രഫിക്കൽ ഒരു എന്താ പറയുക, ഒരു കൺഫൈൻഡ് ആയിട്ടുള്ളൊരു സ്ഥലമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള സ്ഥലമാണ്. അതുകൊണ്ടാണ് മുഹമ്മദ് നബി എന്ത് പറഞ്ഞത്, ഇൻവേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇന്ത്യ അന്ന് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ചില മദ്രസ ജീവികൾ നമ്മൾ കണ്ടിട്ട്. മുഹമ്മദ് നബി അന്ന് ഉപയോഗിച്ച പേര് ഹിന്ദ് എന്നാണ്, ഗസ്വായെ ഹിന്ദ് എന്നാണ് പറയുക. അപ്പോൾ ഹിന്ദ് എന്ന് പറയുന്ന പേര് എങ്ങനെയാണ് വരുന്നത്, ഹിന്ദ് എന്ന് പറയുന്നത് എന്തിനെയാണ് സിഗ്നിഫൈ ചെയ്യുന്നത്? ഹിന്ദ് എന്ന് പറയുന്ന പേര് കാലങ്ങൾക്ക് മുന്നേ ഇവിടെ ഉണ്ട്, മുഹമ്മദ് നബി ജീവിക്കുമ്പോഴും ഉണ്ട്. എന്താണ് അപ്പോൾ അതിൻ്റെ ലിമിറ്റ് എന്താണ്? അത് സിന്ധു നദിക്ക് അപ്പുറമുള്ള സ്ഥലങ്ങളെ പറയുന്ന ഒരു പേര് എന്നുള്ള രീതിയിൽ അങ്ങനെ ചില ലിമിറ്റേഷൻസ്, ജോഗ്രഫിക്കൽ ലിമിറ്റ്സ് വെച്ചിട്ടാണ് ഇതിന് നമ്മൾ വിശദീകരിക്കുക. എന്ന് പറഞ്ഞ മാതിരി ഈ പറയുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന ആ നാട് അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്തെ പറയുന്നത് ആ ഇസ്രായേലി ജനത എന്ന് പറയുമ്പോൾ അവർ ജൂതന്മാരായിട്ടുള്ള ആളുകൾ വസിച്ചിരുന്ന സ്ഥലം എന്നുള്ള രീതിയിലും കൂടിയാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. അതെവിടെയാണ്? അത് ഈ പറയുന്ന പ്രദേശമാണ്. അവിടെ അവരുടെ ടെമ്പിളുണ്ട്, അവരുടെ 1-ാം ടെമ്പിൾ, 2-ാം ടെമ്പിൾ, പിന്നെ അതുപോലെ മറ്റു പല സാധനങ്ങൾ, ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് ഇതിനെ ഇസ്രായേൽ എന്ന് പറയുന്ന ആ ഒരു പ്രദേശം എന്നുള്ള രീതിയിൽ ഒരു കാലത്ത് വിശേഷിപ്പിക്കുകയും പിന്നീട് അത് ഇതുപോലെ ഒരു പൊളിറ്റിക്കലി ചാർജ്ഡ് ആയിട്ടുള്ളൊരു വിഷയമായി മാറുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ പിന്നീട് നമ്മൾ കാണുമ്പോൾ അത് 1948 വരുന്ന സമയത്ത് അതൊരു പാർട്ടീഷൻ പ്ലാനിലൂടെ ഇന്ന് നമ്മൾ കാണുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന സ്റ്റേറ്റ് എന്നുള്ള രീതിയിലേക്കൊക്കെ വരുന്നത് അതൊക്കെ പിന്നീട് സംഭവിക്കണം. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇന്നുള്ള ആ രൂപത്തിലുള്ള ആ ഒരു ഇസ്രായേൽ എന്ന് പറയുന്ന സാധനം അത് അന്നുണ്ടായിരുന്നു എന്നല്ല ഈ പറയുന്നത്. ആ പ്രദേശം അറിയപ്പെട്ടിരുന്നത് ഈ പറയുന്ന ഇസ്രായേലി ജനതയുടെ പ്രദേശം എന്നുള്ള രീതിയിൽ തന്നെയാണ്. അതാണ് നമ്മളവിടെ പറഞ്ഞു വെക്കുന്നത്. അത് കൺഫ്യൂഷൻ ഉണ്ടാവേണ്ട ഒരു കാര്യമില്ല എന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ജൂതന്മാർ വസിച്ചിരുന്ന സ്ഥലം, അവരുടെ ആ വെയിലിംഗ് വാള്, അതുപോലെ പല പല സാധനങ്ങൾ, അവരുടെ അമ്പലം നമ്മൾ കണ്ടിരുന്നല്ലോ. നമ്മൾ ആ ചിത്രത്തിൽ കണ്ട മാതിരി ഇപ്പോൾ ഇവിടെ ഈ ചിത്രം കാണുമ്പോൾ നിങ്ങൾക്ക് കാണാം അവിടെ ഒരു ജൂതന്മാരായിട്ടുള്ള ആളുകളാണ് ആ മതിലിനോട് ചേർന്ന് നിന്നിട്ട് ഇങ്ങനെ നിലവിളിക്കുന്ന, അവർ വിഷമം പറഞ്ഞ് അവരുടെ പ്രാർത്ഥന നടത്തുന്ന സ്ഥലമാണ് ഈ പറയുന്നത്. ഈ വാളെന്ന് പറയുന്നത് ഇവരുടെ അമ്പലത്തിൻ്റെ റീറ്റെയിനിങ് വാളാണ്. ഫസ്റ്റ് സെക്കൻഡ് ടെമ്പിൾ എന്നൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അപ്പോൾ ഈ ജൂയിഷ് സിനഗോഗ് അതിൻ്റെ ഒരു റിറ്റൈനിങ് ടെമ്പിളാണ് ഈ പറയുന്ന, റിട്ടേണിംഗ് വാളാണ് ഈ പറയുന്ന സാധനം. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? അത് ആർക്കിയോളജിക്കൽ എവിഡൻസ് ആണ്. അത് നിങ്ങൾ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ചരിത്രം കിട്ടും. ഇന്നിപ്പോൾ അതിൻ്റെ ഒരു മുകൾ ഭാഗം മാത്രമേ കിട്ടുന്നുള്ളൂ. പക്ഷേ ഇത് കുഴിച്ച് താഴേക്ക് പോകുമ്പോൾ വീണ്ടും ആ ചുമര് അവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അത് കാണാൻ വേണ്ടിയിട്ട് തുരങ്കം ഉണ്ടാക്കിയിട്ട് ജൂതന്മാരെ കൊണ്ടുവന്ന പണി വരെ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അപ്പുറത്ത് ഗാസക്കാർ അവിടെ തുരങ്കം പണിതിട്ട് ബോംബ് ഇടുമ്പോൾ ഇപ്പുറത്ത് തുരങ്കം പണിതിട്ട് അവരുടെ സ്പിരിച്വൽ ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പണികൾ ചെയ്യുന്നു. ഇതാണ് ഇസ്രായേലിലൂടെ ചെയ്യുന്നത്, അല്ലാതെ വേറെ ഒന്നിനും തുരങ്കം ഉണ്ടാക്കുന്നില്ല എന്നും കൂടി ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഇതുപോലുള്ള ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഈ ചരിത്രം പഠിക്കുന്നത് എപ്പോഴും ഗുണം ചെയ്യുന്നു നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ അതിന് നിങ്ങൾ ഇറങ്ങിത്തിരിക്കുക. ഇതുപോലുള്ള കിംവദന്തികൾ നടത്തിക്കൊണ്ട് അള്ളാഹു പണി കൊടുത്തു, അള്ളാഹു അവിടെ മലത്തി എന്നൊക്കെ പറഞ്ഞ് നടക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് അള്ളാഹു 20% വരുന്ന ഇസ്രായേലിലെ മുസ്ലിങ്ങൾക്ക് പുല്ല് വിലയാണ് കൊടുക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അള്ളാഹു അവിടെ സ്വന്തം ഭവനമായ മസ്ജിദുൽ അക്സയും അത് പരിപാലിച്ചും അതിനുവേണ്ടി അതിൽ ജീവിതം കണ്ടെത്തുകയും ചെയ്യുന്ന ഒരുപാട് മുസ്ലിങ്ങളെയും കൂടി കൊന്നു കൊടുക്കാനാണ് അള്ളാഹു അവിടെ പണിയെടുത്തത്. അള്ളാഹുവിൻ്റെ ഗുണ്ടകളെ വിട്ടിട്ട് എന്നുകൂടിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി അതും പോരാതെ ഇപ്പോൾ ഇസ്രായേൽ അത് വെള്ളമൊഴിച്ച് കെടുത്തി എന്ന് പറയുമ്പോൾ അള്ളാഹു അവിടെ യഹോവയുടെ മുന്നിൽ തോൽവി സമ്മതിക്കുന്ന അവസ്ഥയും കൂടി വരുന്നു എന്നും കൂടി വരികയാണ്. ഇനി അതിനപ്പുറത്തേക്ക് ഇതിന് മുന്നേ പലതവണ ശ്രമിച്ചിട്ട് IDF തോൽപ്പിക്കാൻ അള്ളാഹുവിന് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ IDF മുന്നിലും അള്ളാഹു ഒരു പരാജയമാണെന്ന് അവിടെ തെളിയേണ്ടി വരികയാണ്. അങ്ങനെ എങ്ങനെ നോക്കിയാലും ഭൂലോക തോൽവിയായിട്ട് മാറുന്ന ഒരു അള്ളാഹുവിനെയാണ് നമുക്കിവിടെ ചറപറ കാണാൻ കഴിയുന്നത്. ഇതിലും വലിയൊരു ദുരന്തം വേറെ ഇല്ല. ഇതുപോലുള്ള കുറേ മണ്ടന്മാരായിട്ടുള്ള ഗുണ്ടകളെയും വേറെ കിട്ടാനില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഗുണ്ടകൾ അറിയാൻ വേണ്ടി, അള്ളാഹുവിൻ്റെ ഗുണ്ടകൾ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്. പ്രത്യേകിച്ച് പിന്നെ അതിനോടൊപ്പം ആ ഗുണ്ടകളെ താങ്ങുന്ന
പോക്കുകളും കൂടി അറിയാൻ വേണ്ടിയിട്ട് പറയാണ്. നിങ്ങൾ ഇത്തരം പരിപാടി, ഈ പോക്കറ്റിത്തരൊക്കെ നിർത്തിയിട്ട് യഥാർത്ഥത്തിൽ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞ് മുന്നോട്ട് പോവുക. നിങ്ങൾ ഒരു തവണയെങ്കിലും ഈ പറയുന്ന ഹോസ്റ്റേഴ്സിന് വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു തവണയെങ്കിലും ഒന്ന് ശബ്ദമുയർത്തുക. ഇന്നിപ്പോൾ നമ്മൾ കണ്ടു ഡ്രൂസ് എന്ന് പറയുന്ന വിഭാഗത്തിനെതിരെ അവിടെ സിറിയയിലുള്ള അവിടുത്തെ പുതിയ തീവ്രവാദി നേതാവ് വലിയ അക്രമമാണ് അഴിച്ചുവിട്ടിരുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ അടുത്ത ദിവസം പറയാം. പറ്റുമെങ്കിൽ ഒരു ഡ്രൂസ് വിഭാഗത്തിൽപ്പെട്ട ആരെങ്കിലും കൊണ്ടുവരാൻ പറ്റുമെന്ന് തന്നെ നമ്മൾ നോക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ വേറൊരു IDF-ലൊക്കെ ഉള്ള ഒരു സെലീന എന്ന് പറയുന്ന ഒരു ജൂത സ്ത്രീയെ കൊണ്ടുവരണമെന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷേ അവർ ഈ അഗ്നിബാധയുമായി ബന്ധപ്പെട്ടുള്ള ചില ഒഫീഷ്യൽ ഡ്യൂട്ടിയിലായതുകൊണ്ട് അവർക്കിന്ന് വരാൻ കഴിഞ്ഞില്ല. അപ്പോൾ നാളെയോ മറ്റന്നാളോ ഒക്കെ വരാം എന്നുള്ള ഒരു പരിഗണന നമുക്ക് തന്നിട്ടുണ്ട്. നോക്കാം, അവർ ഫ്രീ ആവുന്നതിനനുസരിച്ചിട്ട് വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവർ ഫ്രീ ആയി എന്നും ചെറിയൊരു മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. എന്തായാലും അവർ പൂർണ്ണമായിട്ടും അതിന് തയ്യാറാവട്ടെ, എന്നിട്ട് നമുക്ക് വരാം. അപ്പോൾ ഏതായാലും നമ്മൾ ഇനി കൂടുതൽ നീട്ടുന്നില്ല. നിങ്ങൾക്ക് വിളിക്കാനുള്ള സമയമാണ്. കുറച്ച് ആളുകൾ ഒന്ന് വിളിച്ചാൽ നിങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞ് നമുക്ക് കാര്യങ്ങൾ ഒന്നുകൂടി തെളിമയോടുകൂടി മനസ്സിലാക്കി മുന്നോട്ട് പോകാം എന്ന് വിചാരിക്കുന്നു. സോ വെൽക്കം. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.